Hello everyone, welcome to Xylem. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓണം എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്കൊരു സ്പെഷ്യൽ വൺ ഷോട്ട് സീരീസ് ഉണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിലേഷൻ ഫംഗ്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ച ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കേസാണ് നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് റിലേഷനും അതുപോലെ തന്നെ ഫംഗ്ഷനുമാണ് രണ്ടാമത്തേത്. അപ്പോൾ റിലേഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ +2 ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. അത് കഴിഞ്ഞ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് അല്ലേ. ടൈപ്സ് ഓഫ് റിലേഷൻസ് നമുക്ക് പഠിക്കണം. അത് ഏതൊക്കെയാണ്? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, അതെല്ലാം നോക്കണം നമ്മൾ. പിന്നെ ഈക്വലൻസ് റിലേഷൻ നോക്കണം. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ടൈപ്സ് ഓഫ് റിലേഷനകത്ത് നോക്കാനുള്ളത്. പിന്നെ നമുക്കുണ്ട് യൂണിവേഴ്സൽ റിലേഷൻ ഉണ്ട്, വോയിഡ് റിലേഷൻ അല്ലെങ്കിൽ എംപ്റ്റി റിലേഷനും ദെൻ ഐഡൻറ്റിറ്റി റിലേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കാണാം. ദെൻ അതിന് ശേഷം നമ്മൾ നേരെ എന്തിലേക്ക് പോകും? നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകും. ഫംഗ്ഷനകത്ത് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. 1 ഫംഗ്ഷന്, ഓൺ-ടു ഫംഗ്ഷന്, പിന്നെ കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്, പിന്നെ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. റെഡി? അപ്പോൾ നമുക്ക് നേരെ പോയാലോ. ആദ്യം തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലേ. നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ രണ്ട് സെറ്റിനെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറയുന്നതാണ് എന്ത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും ഉണ്ടെങ്കിൽ എ ക്രോസ് ബി നമ്മൾ എടുക്കുമ്പോൾ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് വരും? നമ്മുടെ എലമെൻസിനെ നമ്മൾ എഴുതും. അപ്പോൾ ഓർഡേർഡ് പെയേഴ്സിനകത്ത് ഫസ്റ്റ് എലമെൻറ്റുകളെല്ലാം എ എന്ന് പറഞ്ഞ സെറ്റിലുള്ളതും സെക്കൻഡ് എലമെൻറ്റുകളെല്ലാം ബി എന്ന് പറഞ്ഞ സെറ്റിലുള്ളതായിരിക്കും. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ +1 ടോപ്പിക്കാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഒക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ given 2 non-empty set P and set Q, then the Cartesian product P cross Q is the set of all ordered pairs of the element from P to Q ആണ് നമ്മൾ പറഞ്ഞത്. ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി എന്ത് ചെയ്യാണ്? പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. റെഡി? അപ്പോൾ നമ്മൾ P cross Q എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P യും Q ആണ് ഓർഡേർഡ് പേര്. P എന്ന് പറയുന്നത് സെറ്റ് Pയിലെ എലമെൻ്റ് ആയിരിക്കും. സ്മോൾ Q എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ Q എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നതാണ്. റെഡി? ഇനി നമ്മൾ നേരെ അടുത്തതിലേക്ക് പോകുന്ന റിലേഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മുടെ ഈ റിലേഷൻ ഫംഗ്ഷനകത്ത് റിലേഷൻ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എന്തായിരിക്കണം? നമ്മൾ റിലേഷൻ പറയുമ്പോൾ നമുക്കൊരു റിലേഷൻ സെറ്റ് അവർ തരും. അതായത് ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ റിലേഷൻ സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ അതായത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പം ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ? അതൊരു റിലേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ സെറ്റ് എഴുതാനുള്ള കണ്ടീഷൻ എന്ത് ചെയ്യും? അവർ നമുക്ക് തരും. ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം ദിസ് ടു ദിസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് പറയും ഇതാണ് നമ്മുടെ റിലേഷൻ സെറ്റ് എഴുതാനുള്ള കണ്ടീഷൻ. അതനുസരിച്ച് നമ്മൾ ഒരു റിലേഷൻ സെറ്റ് എഴുതും. റിലേഷൻ സെറ്റിനകത്ത് കിട്ടുന്ന ഓർഡേർഡ് പേഴ്സ് എവിടെ ഉണ്ടായിരിക്കണം? ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു ബി ആണെങ്കിൽ എയും ബിയും രണ്ട് സെറ്റ് തരും. എന്നിട്ട് നമ്മൾ എ ക്രോസ് ബി എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് റിലേഷൻ സെറ്റ് എഴുതാനുള്ള കണ്ടീഷനും തരും. ചിലപ്പം a + b = 5 എന്നോ a + b = 10 എന്നോ എന്നൊക്കെ പറഞ്ഞൊരു കണ്ടീഷൻ തരും. അതനുസരിച്ച് നമ്മൾ റിലേഷൻ സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകാം? എ ക്രോസ് ബിക്കകത്തുള്ള എല്ലാ എലമെൻസും, അതാണ് നമ്മുടെ എ ക്രോസ് ബിയുടെ ഫുൾ എലമെൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻ സെറ്റിനകത്തുള്ള എലമെൻസുകളെല്ലാം എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ എ ക്രോസ് ബിയിൽ ഉണ്ടാവണം. അതായത് നമുക്ക് കിട്ടിയ റിലേഷൻ സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാ വീണ്ടും നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ഈ റിലേഷൻ ഒരു മിനിറ്റ് മക്കളെ. ഓക്കെ, ശ്രദ്ധിച്ചേ. എ റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ to a non-empty set B is a subset of the Cartesian product of A cross B. നമുക്കറിയാവുന്ന കാര്യമാണ്. Then the subset is derived by describing the relations between first element and second element of the ordered pairs in A cross B. അപ്പം A cross Bയിലുള്ള എലമെൻറ്റ്സ് നമ്മൾ നോക്കിയിട്ട് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്ക് തരും. ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലേഷൻ സെറ്റ് എഴുതുന്നത്. Then the second element is called image of the first element. നമുക്കറിയാം ഓർഡേർഡ് പെയർ നമ്മൾ എഴുതുകയാണെങ്കിൽ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് നമ്മളിപ്പോൾ റിലേഷൻ സെറ്റ് എഴുതുകയാണെന്ന് വെച്ചോ. റിലേഷൻ സെറ്റ് നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഓർഡേർഡ് പേഴ്സ് നമ്മളിങ്ങനെ എഴുതി പോവുകയാണ് അല്ലേ. കുറേ എണ്ണം വരും. അപ്പോൾ ഇതിനകത്തൊരു ഫസ്റ്റ് എലമെൻറ്റും ഒരു സെക്കൻഡ് എലമെൻറ്റും കിട്ടും. അപ്പം ഓർഡേർഡ് പേരിനകത്ത് എയും കാണാം ബിയും കാണാം അല്ലേ.
അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ സെക്കൻഡ് എലമെൻറ്റ് ഈസ് കോൾഡ് ഇമേജ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഇമേജ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ്, എയുടെ ഇമേജ് ആണ് ബി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് വീണ്ടും നമുക്ക് കുറച്ച് തിയറീസ് ഉണ്ട്, ശ്രദ്ധിച്ച്. ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ഓർഡേഡ് പെയർസ് ഇൻ എ റിലേഷൻ ആർ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് കോൾഡ് ഡൊമൈൻ ഓഫ് ദി റിലേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഡൊമൈനും റേഞ്ചും ഒക്കെയാണ് കേട്ടോ. ഡൊമൈനും റേഞ്ചും ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഡൊമൈനും റേഞ്ചും കോഡൊമൈനും നമുക്ക് പറയണം. അപ്പം നമ്മുടെ ഓർഡേഡ് പേര് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് എഴുതിയ വെച്ചിരിക്കുന്ന റിലേഷൻ സെറ്റിനകത്തെ ഓർഡേഡ് പേഴ്സിനകത്തെ എല്ലാ ഫസ്റ്റ് എലമെൻറ്റുകളെയും നമ്മൾ സെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്നെ എന്ത് പറയാൻ പറ്റും, നമുക്കതിനെ ഡൊമൈൻ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. ഒരു എക്സാമ്പിൾ എഴുതിക്ക്, ആർ ഈക്വൽ ടു ഇപ്പം 2 3 ദെൻ 4 1 ദെൻ 5 6 ഞാൻ വെറുതെ എഴുതുക കേട്ടോ, ഒരു ചുമ്മാ ഞാനൊരു എക്സാമ്പിൾ പോലെ എഴുതുകയാണ് ഇപ്പം. അപ്പോൾ ഇതിനകത്ത് എന്താ നമ്മളോട് പറയുന്നത്, ഇത് എഴുതുവാണെങ്കിൽ ഇതിനകത്ത് ഡൊമൈൻ നമുക്ക് എങ്ങനെ എഴുതാം, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പേഴ്സിനകത്ത് ഫസ്റ്റ് എലമെൻറ്റുകളുടെ എല്ലാം കൂടെ സെറ്റ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 4 5 കിട്ടും. ദെൻ റേഞ്ച് നമുക്ക് ഏതാ കിട്ടും, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പേഴ്സിനകത്ത് സെക്കൻഡ് എലമെൻറ്റുകളുടെ എല്ലാം കൂടെ സെറ്റ്. ഏതൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്, 3 1 6 ഇതാണ് എന്ത് നമുക്ക് കിട്ടുന്നത്. റെഡി. ഇനി നമ്മുടെ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ ഡിഫൈൻ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് ബീനെ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് രണ്ടാമത്തെ സെറ്റ് ആയിരിക്കും നമ്മുടെ കോഡൊമൈൻ. സെറ്റ് ബി ഇറ്റ്സെൽഫ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഫംഗ്ഷൻ എയിൽ നിന്ന് എയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ എ ആൻഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ. അതായത് ഇൻ എന്നും ഫംഗ്ഷൻ റിലേഷൻ ഇൻ എ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഓൺ എ എന്ന് പറയാം. എപ്പോഴും ഫംഗ്ഷൻ വായി വരുന്നു. അപ്പം ഇൻ എ ഓർ ഓൺ എ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, എയിൽ നിന്ന് എയിലേക്കാണ് നമ്മുടെ റിലേഷൻ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. എയിൽ നിന്ന് എയിലേക്കാണ് നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ കേസിൽ കോഡൊമൈൻ എന്ത് തന്നെയായിരിക്കും, നമ്മളുടെ എ തന്നെയായിരിക്കും കോഡൊമൈൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും രണ്ടാമത്തെ സെറ്റായിട്ട് എന്താണ് നമ്മൾ എടുക്കുന്നത്, അതാണ് കോഡൊമൈൻ ആയിട്ട് വരുന്നത്. അപ്പോൾ റേഞ്ചും അറിയാം, കോഡൊമൈനും അറിയാം, ഡൊമൈനും അറിയാം. ക്ലിയർ ആണല്ലോ, ആ കാര്യം എളുപ്പമാണ്. റെഡി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, എ ക്രോസ് ബിക്കകത്തെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. എയ്ക്കകത്തൊരു 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, 3 എലമെൻറ്റ്സ്. ബിക്കകത്ത് ഒരു 2 എലമെൻറ്റ്സ് ആണുള്ളതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് കാണും, നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി ആണ് എ ക്രോസ് ബിക്കകത്ത് ടോട്ടൽ എലമെൻറ്റ്സ്. നമ്പർ ഓഫ് എ ഇവിടെ 3 ആണ്, നമ്പർ ഓഫ് ബി 2 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണെങ്കിൽ നമുക്ക് 6 എലമെൻറ്റ്സ് ആയിരിക്കും നമ്പർ ഓഫ് എ ക്രോസ് ബിക്കകത്ത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനകത്ത് എത്ര ഓർഡേഡ് പേഴ്സ് ഉണ്ട്, 6 ഓർഡേഡ് പേഴ്സ്, അതായത് 6 എലമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡിയാണല്ലോ. ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് ദ നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എ പി ആണ്, നമ്പർ ഓഫ് ബി ക്യൂ ആണെങ്കിൽ ദെൻ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഇൻറ്റു ക്യൂ ആണ് കേട്ടോ. ദെൻ ഇനി നമ്മൾ എന്താ നോക്കുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണെന്നും കൂടെ നമുക്ക് ഇതിനകത്ത് പറയാം. അതും ഇവിടെ പറയുന്നുണ്ട്. നമ്പർ ഓഫ് എ ക്രോസ് ബി പി ഇൻറ്റു ക്യൂ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, എത്ര മാത്രം റിലേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും, ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ്. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2 റൈസ് ടു പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 റൈസ് ടു നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി ആണ് എന്ത് വരുന്നത്, നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതൊന്നുമില്ല. നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ നമ്മൾ പറഞ്ഞു, ഓർഡേഡ് പെയറിനെ പറ്റി നമ്മൾ പറഞ്ഞു, റിലേഷൻ എന്താണെന്ന് പറഞ്ഞു. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ദെൻ റിലേഷൻ സെറ്റിനകത്തെ ഓർഡേഡ് പെയർസ്, അതായത് എലമെൻസിൻ്റെ ഫസ്റ്റ് എലമെൻറ്റുകളുടെ എല്ലാത്തിൻ്റെയും സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്നും സെക്കൻഡ് എലമെൻറ്റുകളുടെ എല്ലാ സെറ്റിനെയും നമ്മൾ റേഞ്ച് എന്നും ദെൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സെറ്റിനെ നമ്മൾ കോഡൊമൈൻ എന്നും വിളിക്കുന്നു. റെഡിയാണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 റൈസ് ടു നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി ആണ്, 2 സെറ്റ് ഉണ്ടെങ്കിൽ. ദെൻ ഇനി എ മാത്രം, എയിൽ നിന്ന് എയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷനിലെ മക്കളെ റിലേഷൻ കേട്ടോ. എയിൽ നിന്ന് എയിലേക്കാണ് നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 2 റൈസ് ടു നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എ. നമ്പർ ഓഫ് എയ്ക്കകത്ത് 3 എലമെൻ്റ് ആണെങ്കിലോ 2 റൈസ് ടു 3 ഇൻറ്റു 3. ദാറ്റ്സ് ഓൾ. പറയുന്നത് മനസ്സിലായോ? അത്രേ ഉള്ളൂ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ്
എലമെൻറ്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി ആയിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ എന്തിലേക്കാണ് പോകുന്നത്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസിലേക്കാണ് പോകുന്നത്. എത്ര ടൈപ്പ് റിലേഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് റിലേഷനിലേക്ക് നമുക്ക് പോകാം. എം ടി ഓർ വോയിഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോഴേ അറിയാം, നമ്മൾ എം ടി സെറ്റ് പഠിച്ചിട്ടില്ലേ, അതേപോലെ തന്നെ ഇതെന്താണ് എം ടി ഓർ വോയിഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം റിലേഷൻ സെറ്റ് ചെയ്യുന്ന സെറ്റിനകത്ത് എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ എ ക്രോസ് ബിയിൽ ഉണ്ടാവണം അല്ലേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിയേ, ലെറ്റ് എ ബി എ സെറ്റ്, എ എന്നൊരു സെറ്റ് ആണെങ്കിൽ ദെൻ ഫൈ ഈസ് ദ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്താണ്? എ ക്രോസ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിലേഷൻ സെറ്റിനകത്ത് ഇവിടെ എലമെൻറ്റ്സുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ നമുക്ക് എം ടി റിലേഷൻ എന്ന് പറയാം. അതായത് റിലേഷൻ സെറ്റിനകത്ത് എലമെൻറ്റ്സ് എല്ലാം സബ്സെറ്റ് ആയിരിക്കണം എ ക്രോസ് എയുടെ. ഇവിടെ റിലേഷൻ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം? വോയിഡ് റിലേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, റെഡി അല്ലേ? ദെൻ ദിസ് റിലേഷൻ ഈസ് കോൾഡ് വോയിഡ് ഓർ എം ടി റിലേഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. എ എന്ന് പറയുന്നത് ഞാൻ 1, 2, 3 എന്ന് എടുക്കുവാണ്. റിലേഷൻ സെറ്റ് എഴുതാനുള്ള കണ്ടീഷൻ ഞാൻ തന്നിട്ടുണ്ട്. എന്താണ്? ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. നോക്കിക്കേ, ഈ റിലേഷൻ സെറ്റ് നിങ്ങളൊന്ന് നോക്കിക്കടാ. എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്ന ഓർഡേർഡ് പേഴ്സ് നോക്കണം. നിങ്ങൾക്ക് ആകെ തന്നിരിക്കുന്ന സെറ്റ് ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1, 2 ആഡ് ചെയ്താൽ 10 കിട്ടുമോ? ഇല്ല. 1, 3 ആഡ് ചെയ്താൽ 10 കിട്ടുമോ? 2, 1, 2, 3 ആഡ് ചെയ്തത് മാക്സിമം 6 വരെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് നമുക്ക് കിട്ടുമോ? അപ്പം നമ്മുടെ റിലേഷൻ സെറ്റിനകത്ത് എന്തില്ല? നമുക്ക് റിലേഷൻ സെറ്റിനകത്ത് ഓർഡേർഡ് പേഴ്സ് ഇല്ല, 5 ആണ് കിട്ടുന്നത്. സോ 5 ഈസ് ദ സബ്സെറ്റ്. 5 എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ് പറയുന്നത്. 5 എന്ന് പറയുന്നത് സബ്സെറ്റ് ആയിരിക്കുമല്ലോ, നമ്മുടെ ഏത് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത് 5 എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോയിഡ് റിലേഷൻ ഓർ എം ടി റിലേഷൻ നമ്മൾ വിളിക്കുന്നത്. റെഡി അല്ലേ? ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്നുമില്ല, എ തന്നെ, അതായത് എന്താണ്? എ ക്രോസ് എ തന്നെ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ സബ്സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കും? അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റിലേഷൻ സെറ്റ് എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന സെറ്റ് എന്ത് തന്നെ ആയിരിക്കും? നമ്മളുടെ എ ക്രോസ് എ തന്നെ ആയിരിക്കും. പറയുന്നത് മനസ്സിലായോ? റിലേഷൻ എയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എ ക്രോസ് എ എന്ത് തന്നെയാണോ അത് തന്നെ നമുക്ക് റിലേഷൻ സെറ്റായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? നമുക്കതിനെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കാം. റെഡി അല്ലേ? എ ബി എ സെറ്റ് ദെൻ എ ക്രോസ് എ എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കാം. അതൊരു എക്സാമ്പിൾ നോക്കിക്കോ. എ ഈക്വൽ ടു നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെറ്റ് 1, 2, 3 ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിലേഷൻ സെറ്റ് നോക്കിക്കേ. ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എന്താണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ 10. നോക്കിക്കേ, എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഓർഡേർഡ് പെയർസ് എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10നേക്കാൾ ചെറുതായിട്ടുള്ള സമ്മ് കിട്ടുന്നത് ഏതൊക്കെയാണോ അതെല്ലാം എഴുതണമെന്ന് ഓർഡേർഡ് പെയർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എയിലെ എല്ലാ ഓർഡേർഡ് പെയർസും എടുക്കാമല്ലോ. ഇവിടെ ഇപ്പോൾ എ ക്രോസ് എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദാണ്ട് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് 3,3 വരെ കിട്ടും. 3 + 3 എത്രയാണ്? 9 അല്ലേ? മാക്സിമം അത്രയും കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ എലമെൻറ്റ്സ് നമുക്ക് റിലേഷൻ സെറ്റിനകത്ത് കിട്ടിയ എല്ലാ എലമെൻറ്റ്സ് എവിടെയുള്ള ആളാണ്? നമ്മുടെ എ ക്രോസ് എയ്ക്കകത്തുള്ളത് തന്നെയാണ്. നമുക്ക് എഴുതാൻ പറ്റും, എല്ലാം എഴുതാൻ പറ്റും. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 10 എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള റിലേഷൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നമുക്ക് യൂണിവേഴ്സൽ റിലേഷൻ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മുടെ റിലേഷൻ സെറ്റ് എന്ത് തന്നെയാണ് വരുന്നത്? റിലേഷൻ സെറ്റ് എ ക്രോസ് എ തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ തന്നെയായിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെന്ന് പറഞ്ഞത് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത എന്തിലേക്കാണ് പോകുന്നത്? ഐഡൻറ്റിറ്റി റിലേഷനിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഐഡൻറ്റിറ്റി റിലേഷൻ എന്താണ്? ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ലെറ്റ് എ ബി എ സെറ്റ്, എ എന്ന് പറഞ്ഞൊരു സെറ്റ് ആണെങ്കിൽ ദെൻ റിലേഷൻ ഐ, ഐഡൻറ്റിറ്റി റിലേഷൻ നമ്മൾ ഐ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ കോമ എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ on A is called identity relation on A. In other words, a relation IA on A is called identity relation. In every element of A is related to itself only. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. എന്താ പറയുന്നത് നോക്കിക്കേ, അതായത് if every element of A is related to itself only, അതിനോട് മാത്രം റിലേറ്റ് ചെയ്തിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. എ എന്ന് പറയുന്നത് 1, 2, 3 ആണെങ്കിൽ ഇതൊരു ഐഡൻറ്റിറ്റി റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? 1, 1 ഉണ്ടായിരിക്കണം, 2, 2 ഉണ്ടായിരിക്കണം, 3, 3 ഉണ്ടായിരിക്കണം. വേറെ ഒന്നും ഇതിനകത്ത് വരാനായിട്ട് പാടില്ല. ഇതാണ് ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും അവരോട് മാത്രം റിലേറ്റഡ് ആയിരിക്കണം. ഇതിനകത്തിപ്പം വേറെ ഒന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. ഇത് ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഇത് ഐഡൻറ്റിറ്റി റിലേഷനാണ്. അതേസമയം ഞാൻ വേറൊരു റിലേഷൻ എഴുതുകയാണ്. 1, 1,
2,2, ദെൻ 3,3, ദെൻ ഞാനൊരു 1,2, ഒരു 2,1 കൂടി ചുമ്മാ ഇതിനകത്ത് എഴുതി. ഇത് ഐഡൻറ്റിറ്റി റിലേഷൻ ആണോ? അല്ല, ഇത് ഐഡൻറ്റിറ്റി റിലേഷൻ അല്ല. ഇതിപ്പോൾ എന്താണ് നമ്മൾ അടുത്ത പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഐഡൻറ്റിറ്റി റിലേഷൻ എഴുതുമ്പോൾ ഇത് മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ. ഇതിനകത്തുണ്ട്, പക്ഷേ വേറൊന്നും വരാൻ പാടില്ല. അതായത് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ഇത് നോട്ട് ഐഡൻറ്റിറ്റി. ഇതെന്താണ്? ഐഡൻറ്റിറ്റി അല്ല. ക്ലിയർ ആണോ? ഇത് ഐഡൻറ്റിറ്റി അല്ല. റെഡി ആണോ മക്കളെ? ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് നേരെ എന്തിലേക്ക് പോകാം? റിഫ്ലെക്സീവ് റിലേഷനിലേക്ക് പോകാം. അടുത്ത എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ റിഫ്ലെക്സീവ് റിലേഷനും എന്താണ്? എല്ലാ ഐഡൻറ്റിറ്റി റിലേഷനും റിഫ്ലെക്സീവ് റിലേഷനാണ്. പക്ഷേ എല്ലാ റിഫ്ലെക്സീവ് റിലേഷനും എന്തല്ല? ഐഡൻറ്റിറ്റി റിലേഷൻ അല്ല. ഓക്കെ. അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് എന്ത് നോക്കിയാൽ മതി? നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റിനകത്തെ എല്ലാ എലമെൻസും അവരോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ബാക്കി വരാം. നമുക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത് മാത്രമേ വരാവുള്ളൂ. ഇത് നോക്കിക്കേ, ഇതിനകത്ത് ബാക്കി വന്നിട്ടുണ്ട്. ഇത് ഇവിടെ പ്രശ്നമില്ല. റിഫ്ലെക്സീവ് പറയുമ്പോൾ ഇത് റിലേറ്റഡ് ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേറെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഐഡൻറ്റിറ്റി റിലേഷൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? വേറെ ആൾ വന്നു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യണം. അല്ലേ, ഇവർ മാത്രമേ വരാവുള്ളൂ. അതാണ് ഇറ്റ് സെൽഫ് ഓൺലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ നമുക്ക് എന്താണ്? എ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. 1 ഉണ്ടെങ്കിൽ 1 ഉണ്ടാവണം, 2 ഉണ്ടെങ്കിൽ 2 ഉണ്ടാവണം, 3 ഉണ്ടെങ്കിൽ 3 ഉണ്ടാവണം, 4 ഉണ്ടെങ്കിൽ 4 ഉണ്ടാവണം. ബാക്കി അതിനകത്ത് വേറെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യുന്നതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ല. അതാണ് എന്ത്? റിഫ്ലെക്സീവിനകത്ത് പറയുന്നത്. റെഡി അല്ലേ മക്കളെ? ക്ലിയർ? അപ്പം റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് നിങ്ങൾക്ക് 1, 2, 3 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഈ റിലേഷൻ നമുക്ക് റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 ഡെഫിനറ്റ്ലി ഉണ്ടാവണം, 2 ഡെഫിനറ്റ്ലി ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം കേട്ടോ. 3 എവറി എലമെൻറ്റ് എന്ത് ചെയ്യണം? അതിനോട് റിലേറ്റഡ് ആയിരിക്കണം. ഇറ്റ് സെൽഫ് ഓൺലി എന്ന് മാത്രമേ ഇല്ല. ഓക്കെ, ഇതാ ഇവിടെ 1, 2 വരും, ദെൻ 2, 1 വരെ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതെന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണ് കേട്ടോ. റിഫ്ലെക്സീവ് ആണ്. എന്ത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് വരാം. ബാക്കി പക്ഷേ എല്ലാ എലമെൻറ്റ്സും അവരോട് റിലേറ്റഡ് ആയിരിക്കണം. അതാണ് റിഫ്ലെക്സീവ് പറയുന്നത്. ദെൻ നമുക്ക് നേരെ അടുത്തതിലേക്ക് പോകാം. സിമ്മെട്രിക്. എന്താണ് സിമ്മെട്രിക് റിലേഷൻ പറയുന്നത്? ശ്രദ്ധിച്ചേ. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി എ സിമ്മെട്രിക് റിലേഷൻ ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി കോമ എയും എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ ആറിനകത്ത് ഉണ്ടാകണം. അതായത് ഇപ്പോൾ ഒരു 1,2 എന്ന് പറഞ്ഞ എലിമെൻ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2,3 അവിടെ 2,1 1,2 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2,1 അവിടെ ഉണ്ടാവണം. ഇനി 2,3 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്? 3,2 അവിടെ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? സിമ്മെട്രിക് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു എ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാനായിട്ട് പറ്റും. റെഡി? നെക്സ്റ്റ് നമുക്ക് അടുത്ത് നോക്കാൻ എന്താ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എ കോമ ബി ഉണ്ടെങ്കിൽ, ഓക്കെ, ബി കോമ സി എന്ന് പറഞ്ഞ വേറൊരു എലമെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടായിരിക്കണം? ഈ എ കോമ സി എന്ന് പറഞ്ഞതും കൂടെ റിലേറ്റഡ് ആയിരിക്കണം. എ കോമ സി എന്തായിരിക്കണം? അതിനകത്ത് ഉണ്ടാവണം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം 2,3 ഇതിനകത്തുണ്ട്, ദെൻ 3,1 ഇവിടെയുണ്ട്. അപ്പം നോക്കിയേ, ബി എ കോമ ബി, ബി കോമ സി, എ കോമ ബി, ബി കോമ സി, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? 2,1 ഡെഫിനറ്റ് ആയിട്ട് എവിടെ ഉണ്ടാവണം? നമ്മുടെ റിലേഷൻ സെറ്റ് ഉണ്ടാവണം. എങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാം? ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ട്രാൻസിറ്റിവിറ്റി നമ്മൾ പറയണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? പറയാനായിട്ടുണ്ട്. ട്രാൻസിറ്റിവിറ്റി ഞാൻ കുറച്ചുകൂടെ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം എന്താണ് ട്രാൻസിറ്റിവിറ്റി എന്ന്. ഞാൻ 1-2 എഴുതാം. ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. എക്സാമ്പിൾസ് എഴുതുവാണ്, റിലേഷൻ സെറ്റ് എഴുതുവാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ എക്സാമ്പിൾ 1,2 2,3. ഓക്കെ, ഇത് എൻ്റെ റിലേഷൻ നമ്പർ 1. ഇനി റിലേഷൻ നമ്പർ 2 ഞാൻ എഴുതുവാണ്. 1,2 2,3 1,3. ഓക്കെ, ഇത് എഴുതിയേ. ദെൻ നെക്സ്റ്റ് R3 എഴുതുവാണ്. 1,2 3,4. ഇതിൽ ഏതൊക്കെയാണ് ട്രാൻസിറ്റീവ് എന്ന് നിങ്ങൾ പറയണം. ഫസ്റ്റ് നമുക്ക് നോക്കാം. 1,2 ഉണ്ട്, 2,3 ഉണ്ട്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ ഇവിടെ വേറെ ആളുണ്ടെങ്കിൽ ഇത് ബി ആണ്, ഇതും ബി ആണ്. ഇങ്ങനെ രണ്ടും ഒരു നമ്മുടെ ഓർഡേർഡ് പെയറിൻ്റെ ലാസ്റ്റിലെ മറ്റൊരു ഓർഡേർഡ് പെയറിൻ്റെ ഫസ്റ്റിലെ എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മളവിടെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്തിരിക്കണം. ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നോക്കി 1,3 ഉണ്ടാവണം ഇതിനകത്ത്. അപ്പോൾ ഇവിടെ ഇല്ല. സോ ഇതെന്താണ്? നോട്ട് ട്രാൻസിറ്റീവ്. ഓക്കെ, ഇതെന്താണ്? ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ? ഇനി ഇത് നോക്കിക്കേ,
1,2 ഉണ്ട്, 2,3 ഉണ്ട്. ഡെഫിനറ്റ്ലി ഇവിടെ 1,3 വേണം. യെസ്, ഡെഫിനറ്റ്ലി 1,3 ഉണ്ട്. സോ ദിസ് ഈസ് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് നോക്കിക്കേ, 1,2, 3,4 ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടുത്തെ രണ്ടാമത്തെ എലിമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓർഡേഡ് പേർ ഒന്നുമില്ല അല്ലേ? നമുക്ക് കമ്പാരിസന് വേണ്ടിയിട്ടുള്ള കാര്യം ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനുള്ള സംഭവം ഒന്നും ഇല്ല. ഇനി ഇവിടെ നോക്കിയേ, 3,4 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേഡ് പേർ പിന്നെ വേറെ ഉണ്ടോ? ഇല്ല. ഇങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓർഡേഡ് പേരിൻ്റെ സെക്കൻഡ് എലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേഡ് പേർ ഇല്ലാത്ത ഒരു റിലേഷൻ സെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിനെ എന്ത് വിളിക്കാം? ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാം. ഇതിനെ എന്ത് വിളിക്കാം? ട്രാൻസിറ്റീവ് എന്ന് നമുക്ക് വിളിക്കാം. റെഡി? ചുമ്മാ ഒരു റിലേഷൻ സെറ്റ് ഇതാ തന്നിരിക്കുന്നു, 1,2 മാത്രമേ ഉള്ളൂ. ഇത് ട്രാൻസിറ്റീവ് ആണോ ചോദിച്ചാൽ ആണ്. കാരണം 1,2 അടുത്തത് നമുക്ക് ഓർഡേഡ് പേർ ഇല്ല. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേഡ് പേർ ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്കിനി എന്ത് വിളിക്കാം? ഇത് ട്രാൻസിറ്റീവ് എന്ന് നമുക്ക് പറയാം. ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? അത് എക്സിസ്റ്റ് ചെയ്യണം. എന്താ ഇവിടെ 1,2 ഉണ്ട്, 2,3 ഉണ്ട്. യെസ്, അപ്പോൾ കമ്പയർ ചെയ്യാം. 1,3 ഉണ്ടാവണം. അതുള്ളതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവായി. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് എന്താണ്? നോട്ട് ട്രാൻസിറ്റീവ്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇക്വലൻസ് റിലേഷൻ. എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും മൂന്നും ആയാൽ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഒരു റിലേഷനെ നമുക്ക് ഇക്വലൻസ് റിലേഷൻ നമുക്ക് കൃത്യമായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്? എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി ആൻ ഇക്വലൻസ് റിലേഷൻ ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇത് മൂന്നും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? അതിന് ഇക്വലൻസ് റിലേഷൻ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് കേസ്, നമ്മുടെ ടൈപ്സ് ഓഫ് റിലേഷൻ ആയിട്ടുള്ളത് ആൻറ്റി സിമെട്രിക്കൽ റിലേഷൻ. ഇത് കണ്ടിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൻറ്റി സിമെട്രിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. A relation R on a set A is said to be anti-symmetric relation if A, B belongs to R ആണ്. അങ്ങനെയാണെങ്കിൽ B, A belongs to R ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? A equal to B ആണെങ്കിലേ എന്ത് വരുള്ളൂ? നമുക്കിത് പോസിബിളായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം, ശ്രദ്ധിക്കണേ. ഇപ്പം A എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറയാം. A എന്ന് പറഞ്ഞൊരു സെറ്റ് ഞാൻ എഴുതുവാണ്. 1, 2, 3 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻ സെറ്റ് ഞാൻ എഴുതുവാണ്. R1 ഈക്വൽ ടു 1, 2, 2, then 2,1. ഓക്കെ, 2,1. റെഡി? ഇത് സിമെട്രിക് ആണോ ആൻറ്റി സിമെട്രിക് ആണോ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതിനകത്ത് 1, 2 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വേണം? ഇത് 1, 2 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2,1 ഉണ്ടാവണം. യെസ്, 2,1 ഉണ്ട്. ദെൻ ഇത് നോക്കിയേ, 2,2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ തിരിച്ചിട്ടാൽ എന്ത് തന്നെ വരും? 2,2 തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് സിമെട്രിക് ആണ് അല്ലേ? ഇത് സിമെട്രിക് ആണ്. ഇത് സിമെട്രിക്കാ. ഇത് ആൻറ്റി സിമെട്രിക് ആണോ? ഇത് ആൻറ്റി സിമെട്രിക് ആണോ? ആൻറ്റി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? A, Bയും B, Aയും ഉണ്ടാവും. പക്ഷേ എയും ബിയും എന്താവും? ഈക്വൽ ആയിരിക്കും. ഇത് കറക്റ്റാണ് ആ കേസിൽ. ഇതിപ്പോൾ A, B ആണ്. ഇത് തിരിച്ചിട്ടാലും B, A ഇട്ടാലും എന്താണ്? ഇത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ A, Bയും B, Aയും ഉണ്ട്. പക്ഷേ എയും ബിയും ഈക്വൽ ആണോ? അല്ല. എയും ബി ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഇതിനെ ആൻറ്റി സിമെട്രിക് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത് സിമെട്രിക് ആണ്, നോട്ട് ആൻറ്റി സിമെട്രിക്. കണ്ടോ? നോട്ട് ആൻറ്റി സിമെട്രിക്. റെഡിയാണോ? ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റി തരാം. അടുത്തത് 1, 1, then 2, 2, then 1, 3. നോക്കിക്കേ, ഇതാണ് അടുത്തത്. ഇത് സിമെട്രിക് ആണോ? നോക്കിക്കേ, 1, 1. ഓക്കെ, 1, 1 തിരിച്ചിട്ടാലും 1, 1 ആണ്. 2, 2 തിരിച്ചിട്ടാലും 2, 2 തന്നെയാണ്. 1, 3 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 3, 1 വേണം സിമെട്രിക് ആകാൻ. അപ്പോൾ ഇത് സിമെട്രിക് അല്ല. ഇതിന് ആൻറ്റി സിമെട്രിക് ആണോ? നോക്കിക്കേ, 1, 1. യെസ്, തിരിച്ചിടുമ്പോൾ 1, 1 കിട്ടും. യെസ്, കറക്റ്റ് ആണ്. 2, 2 തിരിച്ചിടുമ്പോൾ 2, 2 കിട്ടും. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. 1, 3 ചെക്ക് ചെയ്യാനില്ല. 1, 3 നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനൊന്നുമില്ല. 1, 3 ഇതുണ്ടെങ്കിൽ ഇത് ഈക്വൽ ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1, 3 ഉണ്ട്. പക്ഷേ 3, 1 ഉണ്ടോ? ഇല്ല അല്ലേ? അതിൻ്റെ സിമെട്രിക് കണ്ടീഷൻ പറയുന്നില്ല. പറയുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതെന്താണ്? ഇത് ആൻറ്റി സിമെട്രിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിന്ന് തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് അത് സെയിം തന്നെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സിമെട്രിക് നോക്കാനുള്ള കാര്യമില്ല. പക്ഷേ ഇതെന്താണ്? ഇതിന് നോക്കേണ്ട കാര്യമില്ല. ഇത് ആൻറ്റി സിമെട്രിക് ആണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് ആൻറ്റി സിമെട്രിക് ആണ്. അങ്ങനെ ഒരാൾ വേണം എന്നില്ല. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താവണം? ഇപ്പോൾ 1, 3 എടുക്കുമ്പോൾ 3, 1 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്? എയും ബി ഈക്വൽ ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആൻറ്റി സിമെട്രിക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ
1 2 ഉണ്ട്, 2 1 എടുത്തോണ്ടാണ് ഇതെന്താണ് ഇത് ആൻറ്റി സിമെട്രിക് അല്ലാത്തത്. 2 2 ഉണ്ട് ഇവിടെ 1 1 2 2 ഉണ്ട്. അപ്പോൾ സിമെട്രിക്കും ആണ്, നമുക്ക് എന്താണ് ആൻറ്റി സിമെട്രിക്കും പറയാം. നോക്കി 1 3 എന്ന് പറയുന്നതിന് കൗണ്ടറായിട്ട് 3 1 ഇല്ല അല്ലേ, അപ്പോൾ നോക്കേണ്ട കാര്യമില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ ആൻറ്റി സിമെട്രിക് പറയുന്നത്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. R3 1 ഉണ്ട്, 2 2 ഉണ്ട്, ദെൻ 3 3 ഉണ്ട്. ഇവിടെ നമുക്ക് 1 2 വരുന്നുണ്ട്, 1 3 വരുന്നുണ്ട്, ദെൻ 2 3 വരുന്നുണ്ട്. ഇത്രയും വരുന്നുണ്ട് അല്ലേ. ഇത് ആൻറ്റി സിമെട്രിക് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇതിനൊന്നും കൗണ്ടർ 2 1 എന്നോ 3 1 എന്നോ 3 2 എന്നോ ഒന്നും ഇല്ല ഇതിനകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താവും? ഇത് ഇപ്പോൾ ഒരെണ്ണം തന്നെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 3 2 ഉണ്ടെങ്കിൽ എന്താണ് ഇത് ആൻറ്റി സിമെട്രിക് ആവില്ല. ഇത് എന്താവും? ആൻറ്റി സിമെട്രിക്കൽ, ഇത് സിമെട്രിക്കും അല്ല ആൻറ്റി സിമെട്രിക്കും അല്ലാത്തൊരു കേസായി പോകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പ്രോബ്ലംസ് ആണ് ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ളത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത്. ലെറ്റ് R be a relation in the set 1 2 3 defined by R equal to 1 1 1 3 3 3. Then the ordered pair to be added to R to make it as a reflexive relation എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? നോക്കി 1 2 3 ആണ്. അപ്പം ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആകണമെങ്കിൽ 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം. ഇവിടെയോ 1 1 ഉണ്ട്, 1 3 3 3. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്തായാലും ആര് വേണം? 2 2 ഡെഫിനറ്റ്ലി വേണം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട ഓർഡേഡ് പേർ ഏതാണ്? 2 2 ആണ് കേട്ടോ. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഓർഡേഡ് പേരാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസേ ഉള്ളൂ കേട്ടോ, ഒന്നും ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. നോക്കിയാൽ ലെറ്റ് R be a relation on set A equal to 1 2 3 defined by R equal to 1 1 2 2 3 3 1 3. Then the ordered pair to be added to R make it a smaller ഇക്വലൻസ് റിലേഷൻ. ഏറ്റവും ചെറിയ ഇക്വലൻസ് റിലേഷൻ ആക്കാൻ വേണ്ടി എന്ത് ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1 1 2 2 3 3 ഉണ്ടെങ്കിൽ റിഫ്ലെക്സീവ് ആവുകയുള്ളൂ. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഓക്കെ, ഇത് ഇക്വലൻസ് റിലേഷൻ ആവണം. അപ്പോൾ ഇതിൻ്റെ ആവണം സിമെട്രിക്കും കൂടെ ആവണം അല്ലേ. സിമെട്രിക് ആണെങ്കിൽ 1 3 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആരുണ്ടാവണം? 3 1 മസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാവണം. പറയുന്നത് മനസ്സിലായോ? 3 1 മസ്റ്റായിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റിഫ്ലെക്സീവും സിമെട്രിക്കും അതുപോലെ തന്നെ എന്തും ആവണം? ട്രാൻസിറ്റീവ് ആവണം, എന്നാലേ നമുക്ക് വരുവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കറിയാം R-നകത്തോട്ട് ഇപ്പോൾ 1 1 ഉണ്ട്, ദെൻ 2 2 ഉണ്ട്, ദെൻ 3 3 ഉണ്ട്, ദെൻ 1 3 ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. നമുക്ക് 3 1 ആഡ് ചെയ്താലേ സിമെട്രിക് ആവുള്ളൂ അല്ലേ. 3 1 ആഡ് ചെയ്താലേ സിമെട്രിക് ആവുള്ളൂ. ഇനി നോക്കി 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ട്. അപ്പോൾ 3 3 നോക്കിയാൽ 1 1 ഉണ്ടാവണം. യെസ്, 1 1 ഉണ്ട്. സോ ഇതെന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണ്. സോ 3 1 കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? ഇത് ഇക്വലൻസ് റിലേഷൻ, ഏറ്റവും സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ ആവുള്ളൂ. അത്രയേ ഉള്ളൂ. റെഡി അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? R be a relation in the set 1 2 3 4 given by R equal to 1 2 2 2 1 1 4 4 1 3 3 3 3 2. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവിന് എന്ത് വേണം? 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം, 4 4 ഉണ്ടാവണം. നോക്കാം, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. സോ റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, റെഡി. ഇനി എന്താണ്? സിമെട്രിക് ആണോ നോക്കാം. 1 2 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2 1 വേണം. ഇതിനകത്ത് എവിടെയെങ്കിലും 2 1 ഉണ്ടോ? ഇല്ല. അപ്പം തന്നെ ഇത് സിമെട്രിക് അല്ലെന്ന കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ റിഫ്ലെക്സീവ് നോട്ട് സിമെട്രിക് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക്. അപ്പോൾ ഇതല്ല എന്നുള്ള കാര്യം മനസ്സിലായി, ഇതും അല്ല എന്നുള്ള കാര്യം മനസ്സിലായി, ഇതും അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി? റിഫ്ലെക്സീവ് ആണ്, നോട്ട് സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഇതാ നോക്കിക്കേ, ഇവിടെ 1 2 ദെൻ 1 3 3. അപ്പോൾ നോക്കിക്കേ, 1 3 വന്നിട്ടുണ്ടെങ്കിൽ 3 3 ഉണ്ട്. അപ്പോൾ 3 3 നോക്കിക്കഴിഞ്ഞാൽ 1 3 ഡെഫിനറ്റ്ലി വരണം. യെസ്, 1 3 ഉണ്ട്, ട്രാൻസിറ്റീവ് ആണ്. 3 3 ഉണ്ട്, 3 2 ഉണ്ട്, 3 3 3 2 എലമെൻറ്റ് ഇവിടെയുണ്ട്. യെസ്, കറക്റ്റ് ആണ്. 3 2 ഉണ്ട്, 2 2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? 3 2 വേണം. യെസ്, 3 2 ഡെഫിനറ്റ്ലി ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നോക്കുമ്പോൾ ട്രാൻസിറ്റീവ് ആണ് ഇതല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക്. റെഡി ആണല്ലോ? ആ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓപ്ഷൻ ബി ഈസ് എ റൈറ്റ് ആൻസർ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നോക്കിക്കുകയും ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ് കൺസിഡർ റിലേഷൻ സെറ്റ് തന്നിട്ടുണ്ട്. അതെന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണെങ്കിൽ നമുക്ക് 1 1 വേണം, 2 2 വേണം, 3 3 ഉണ്ട്. യെസ്, റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണെങ്കിൽ 1 2 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2 1 വേണം. ഇവിടെ 2 1 ഇല്ല, അപ്പോൾ സിമെട്രിക് അല്ല എന്നുള്ള കാര്യം അപ്പം തന്നെ മനസ്സിലായി. റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. പക്ഷേ ട്രാൻസിറ്റീവ് കൂടെ നമുക്ക് നോക്കാം. കാരണം എന്താണ്? ഇവിടെ നെയ്തർ സിമെട്രിക് നോട്ട് ട്രാൻസിറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നോക്കിക്കാം, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ 2 2 നോക്കിയാൽ 1 3 വേണം. യെസ്, 1 3 ഉണ്ട്, ട്രാൻസിറ്റീവ് ആണ്. ദെൻ നെക്സ്റ്റ് 2 2 ഉണ്ട്,
2 3 ഉണ്ട്. അപ്പോൾ 2ഉം 2ഉം നോക്കിയാൽ 2 3 ഉണ്ടാവണം. യെസ് 2 3 ഉണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്. സോ റിഫ്ലെക്സീവ് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. റെഡി ആണല്ലോ? ഓക്കെ, സോറി, റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമെട്രിക്. റെഡി അല്ലേ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് 1 2 3 4 5 6 ആസ്. റിലേഷൻ സെറ്റ് എഴുതാൻ തന്നിട്ടുണ്ട്. എന്താണ് കണ്ടീഷൻ? ബി ഈക്വൽ ടു a+1 എന്നാണ്. ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്കിത് സെറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ സെറ്റ് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷൻ സെറ്റ് ഒന്ന് എഴുതിക്കേ. എങ്ങനെ വരും ഇവിടെ? നോക്കിയേ, ബി ഈക്വൽ ടു a+1 എന്നാണ് അല്ലേ? അപ്പോൾ ഓർഡേഡ് പേഴ്സ് നമുക്ക് എഴുതാം. എ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ബി എന്ത് കിട്ടും? 1 + 1 നമുക്ക് 2 കിട്ടും. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 1 നമുക്ക് 3 കിട്ടും. ദെൻ 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 + 1 4 കിട്ടും. ദെൻ 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 + 1 5 കിട്ടും. ദെൻ 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 + 1 6 കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റിലേഷൻ സെറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ എളുപ്പമല്ലേ? റിഫ്ലെക്സീവ് നോക്കിക്കേ, 1 നോക്കിക്കേ, 1 1 വേണം, 2 2 ഇതെല്ലാം വേണം. അതൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1 1 എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു റിലേഷൻ സെറ്റ് ആണ്. സോ നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, നോട്ട് റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഇനി നോക്കിയേ, സിമെട്രിക് ആണോ നോക്കാം. 1 2 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2 1 വേണം. ഇല്ലവേ ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ്? 1 2 ഉണ്ടെങ്കിൽ 1 2 ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് 2 1 എന്താണ്? നോട്ട് ബിലോങ് ടു ആർ ആണ്. സോ നോട്ട് സിമെട്രിക് അല്ലേ? സിമെട്രിക്കും അല്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റിവിറ്റി നമുക്ക് നോക്കാം. യെസ്, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 3 വേണം, 1 3 ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 2 ബിലോങ്സ് ടു ആർ ആണ്. ദെൻ 2 3 ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 3യും വേണം, പക്ഷേ 1 3 ഇല്ല. സോ എന്താണ്? നോട്ട് ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്കിനി 2 ചോദ്യം കൂടെ നോക്കാം. ഇതെല്ലാം ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഇതാണ് ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് എ 1 2 3 ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ? ഇതിൽ ഏതാണ് ഇക്വലൻസ് റിലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വലൻസ് ആണെങ്കിൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണ് അല്ലേ? നോക്കിയേ, 1 1 2 2 3 3 1 1 2 2 3 3 1 2 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം. അപ്പോൾ ഇതെന്തായാലും അല്ലെന്നുള്ള കാര്യം മനസ്സിലായി. 1 1 3 3 1 3 3 1 2 2 ഇല്ല. അപ്പോൾ എന്താണ്? ഇത് അല്ല. അപ്പോൾ നോക്കിക്കേ, ഇത് നാണ്ടേ നോക്കിക്കേ, 1 1 2 2 3 3. ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്. തിരിച്ചിട്ടാൽ എന്താണ്? സിമെട്രിക്കും ആണ്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് എന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഈസ്, ഇതാണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിലേഷൻസിനകത്ത് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സിമ്പിൾ ചോദ്യങ്ങളെ ബോർഡ് എക്സാമിന് ചോദിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ആർ ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു a, b വേർ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്നാണ്. ഈസ് റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റിഫ്ലെക്സീവ് ആണോ നമുക്ക് ആദ്യം നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? a, ബിലോങ്സ് ടു ആർ ആണോ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? a ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലേ? a ഈക്വൽ ടു a നമുക്ക് പറയാമല്ലോ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ആണ് അല്ലെ ലെസ് ദാൻ ആണ്. 1 ഈക്വൽ അല്ലേ 1 അപ്പോൾ ഇതെന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാമേ. സിമെട്രിക്കിന് ഞാനൊരു എക്സാമ്പിൾ എടുക്കുക. 1 2 എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എലമെൻറ്റ് ഓഫ് ആർ കൊടുക്കുക. കാരണം എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എനിക്ക് പറയാൻ പറ്റും. 1 ലെസ് ദാൻ 2 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ 2 1 ഇതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ നോക്കി, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റുമോ എനിക്ക്? ഇത് പറ്റത്തില്ല അല്ലേ? ഇതില്ല. അപ്പോൾ എന്താണ്? നോട്ട് സിമെട്രിക്, നോട്ട് സിമെട്രിക്. ഇത് സിമെട്രിക് അല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ട്രാൻസിറ്റിവിറ്റിക്ക് എക്സാമ്പിൾ ഒന്നും കൊടുക്കണ്ട, നമുക്ക് ഇത് തന്നെ മനസ്സിലാകാം. a, b എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആണ്. b, c ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? b ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ആണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി a, c ബിലോങ്സ് ടു ആർ ആവണം. അതിനെന്ത് വേണം? a ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ആവണം. ആണല്ലോ? നോക്കിക്കേ, ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മക്കളെ. a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആണ്. b ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്? a ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ആണ്. സോ ഇത് ട്രാൻസിറ്റീവ് ആണ്. ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ നോക്കുന്നത് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ റിലേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിലേഷൻസിനകത്ത് ഒന്നുമില്ല, ടൈപ്സ് ഓഫ് റിലേഷൻസ് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. അത് പഠിക്കുക, അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ നോക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻ തന്നെയാണ്.
ഇതൊരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് നാളെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ക്ലിയർ ആകും. അതായത് എല്ലാ ഫങ്ഷൻസും എന്താണ്, ഒരു റിലേഷനാണ്. പക്ഷേ എല്ലാ റിലേഷനെയും ഫംഗ്ഷൻ നമുക്ക് വിളിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്കിപ്പോൾ കാണാം, നോക്കിക്കേ, എന്താണ് ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ പറയുന്നത്? ഈ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് നോൺ ആസ് എ ഫംഗ്ഷൻ ഇഫ് ഈച്ച് എലമെൻറ്റ് ഫ്രം സെറ്റ് എ ഈസ് യുണീക്ലി കണക്റ്റഡ് വിത്ത് സെറ്റ് ബി. എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ടാവണം, ഇമേജസ് ഉണ്ടായിരിക്കണം. സെറ്റ് എയിലെ ഒരു എലമെൻറ്റിന് യുണീക്കായിട്ട് ഒരു ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ. സെറ്റ് എയിലെ എലമെൻസിന് ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് വരാനായിട്ട് പാടില്ല. ഒന്നുകൂടെ പറയാം, സെറ്റ് എ മാത്രം നമ്മളിവിടെ നോക്കിയാൽ മതി ഫംഗ്ഷനകത്ത്. ഓക്കെ, സെറ്റ് എയിലെ എല്ലാ എലമെൻസിനും ഇമേജ് മസ്റ്റായിട്ട് ഉണ്ടാവണം. ഒരേ ഒരു ഇമേജേ പാടുള്ളൂ. ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് വരാൻ പാടില്ല. അതായത് ഒരു എലമെൻറ്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആരോസ് വരാനായിട്ട് പാടില്ല. ക്ലിയർ ആണല്ലോ? അത്രയും പറയുന്നുള്ളൂ. റെഡി? അങ്ങനെയാണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കാണിക്കുക. എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് വരുന്നത്. ഓർഡേർഡ് പെയേഴ്സ് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഓർഡേർഡ് പെയേഴ്സ് നമ്മളിങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. 1, 2, 3, 4 ആണ്. ഇത് 1, 9, 16, 4 ആണെങ്കിൽ 1ൽ നിന്ന് ഞാൻ 1ലേക്ക് വരയ്ക്കുന്നു. ദെൻ 2ൽ നിന്ന് ഞാൻ 4ലേക്ക് വരയ്ക്കുന്നു. 3ൽ നിന്ന് ഞാൻ 9ലേക്ക്, 4ൽ നിന്ന് 16ലേക്ക്. അപ്പോൾ നോക്കിയേ, സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ട്? ഇമേജ് ഉണ്ട്. 1ന് 1, 2ന് 4, 3ക്ക് 9, 4ന് 16. ഓരോ ഇമേജസ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ ഫംഗ്ഷൻ ആണ് അല്ലേ? ഇതൊരു ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ നമുക്ക് കാണിക്കാം. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണ്. എ ബി സി. ദെൻ ഇത് 1 ആണ്. ഇവിടെ 1 ഒറ്റൊരു ഇമേജേ ഉള്ളൂ അല്ലേ? ദെൻ എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്, സി. എയ്ക്കും ബിക്കും സിക്കും എല്ലാം ഇമേജ് ഉണ്ട്. അവർക്ക് എയ്ക്ക് ഒരു ഇമേജേ ഉള്ളൂ, ബിക്ക് ഒരു ഇമേജേ ഉള്ളൂ, സിക്ക് ഒരു ഇമേജേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഇത് ഫംഗ്ഷനാണ്. ഒരു നമ്പറിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആരോസ് പോകാൻ പാടില്ല. അതാണ് നമ്മുടെ കണ്ടീഷൻ. റെഡി? ഇനി നമുക്ക് മൂന്നാമത്തെ വരയ്ക്കാം. മൂന്നാമത്തെ നോക്കിയാൽ മക്കളെ എന്താ വരുന്നത്? -1 0 1. ദെൻ 1 2 3. -1 1, 0യിൽ നിന്ന് 1, ദെൻ 1ൽ നിന്ന് 2. നോക്കിയേ, നമ്മൾ എന്താ നോക്കേണ്ടത്? ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി, ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി, ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താ? സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനും ഇമേജ് ഉണ്ടാവണം. എല്ലാത്തിൽ നിന്നും ഓരോ ആരോ പോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ദിസ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. ഇതും എന്താണ്? ഫംഗ്ഷൻ ആണ്. ദെൻ നാലാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർത്ത് എക്സാമ്പിൾ ഈസ് 1 4 9 നോക്കുന്നു, 2 4 6 8 നോക്കുന്നു. 1ൽ നിന്ന് 2ലേക്ക് വരയ്ക്കുന്നു, 1ൽ നിന്ന് 4ലേക്ക് വരയ്ക്കുന്നു, 4ൽ നിന്ന് 6ലേക്ക് വരയ്ക്കുന്നു, 9ൽ നിന്ന് 8ലേക്ക് വരയ്ക്കുന്നു. ഇത് ഫംഗ്ഷൻ ആണോ? അല്ലയോ? ഇത് ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? സെറ്റ് എയിലെ എല്ലാ എലമെൻസിനും ഇമേജ് ഉണ്ട്. പക്ഷേ 1ന് 2 ഇമേജസ് വരുന്നുണ്ട്. അത് വരാനായിട്ട് പാടില്ല. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇതെന്താണ്? നോട്ട് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണോ? റെഡി? അടുത്ത കേസ്, ഒരു കേസും കൂടെ നമുക്ക് നോക്കാം. എല്ലാ കേസും നമുക്ക് നോക്കണമല്ലോ. ഒരു കുട്ടി കേസ്. 1 2 3 4 എ ബി സി. 1ൽ നിന്ന് എയിലേക്ക്, 2ൽ നിന്ന് സിയിലേക്ക്, 3ൽ നിന്ന് ബിയിലേക്ക്. ഇത് ഫംഗ്ഷൻ ആണോ? അല്ലയോ? ഇത് ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? സെറ്റ് എയിൽ 4ന് ഇമേജ് ഇല്ല. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. കണ്ടോ? അപ്പം എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം. ഓരോ ഇമേജ് മാത്രമേ ഓരോ എലമെൻറ്റിന് ഉണ്ടാവുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ദെൻ ഇനി ഇമേജ് ആൻഡ് പ്രീ ഇമേജ് നമുക്ക് നോക്കാം. ഇമേജ് ആൻഡ് പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ സെറ്റ് എയിലെ എല്ലാ എലമെൻസിൻ്റെയും ഇമേജസ് ആണ് സെറ്റ് ബിയിലുള്ളത്. സെറ്റ് ബിയിലുള്ള ഓരോ എലമെൻസിൻ്റെയും പ്രീ ഇമേജ് ആണ് സെറ്റ് എയിലേക്കുള്ളത്. ആരോ തിരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് പ്രീ ഇമേജ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. റെഡി? ഇനി നമുക്ക് പറയാനുള്ളത് കോഡൊമൈനാണ്. റേഞ്ചും കോഡൊമൈനും നമ്മുടെ ഡൊമൈനുമാണ് നമുക്ക് പറയാനുള്ളത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ സെറ്റ് ബിയിലെ ആരോസ് വന്നിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം റേഞ്ചിൽ വരും. സെറ്റ് ബി ഇറ്റ്സെൽഫ് നമുക്ക് എന്ത് വിളിക്കാം? കോഡൊമൈൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ റേഞ്ച് നോക്കിക്കേ, 1ലോട്ടും 2ലോട്ടും മാത്രമേ ഈ സെറ്റ് എയിൽ നിന്ന് ആരോസ് വരുന്നുള്ളൂ. അപ്പോൾ 1ഉം 2ഉം റേഞ്ചാണ്. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് പെടില്ല. പക്ഷേ ഇത് കോഡൊമൈൻ എടുക്കുമ്പോൾ 1ഉം 2ഉം 3ഉം നമ്മൾ എഴുതണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതെല്ലാം അല്ലേ? 1ഉം -1ഉം 0ഉം 1ഉം ആയിരിക്കും എന്ത് വരുന്നത്? റേഞ്ച് വരുന്നത്. ക്ലിയർ? ഡൊമൈൻ വരുന്നത്. റെഡി അല്ലേ? അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതാണ് നമ്മൾ റേഞ്ചും ഡൊമൈനും പ്രീ ഇമേജ് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്.
ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എയിൽ നിന്ന് പിയിലേക്ക്, ബിയിൽ നിന്ന് ക്യൂയിലേക്ക്, സിയിൽ നിന്ന് ആറിലേക്ക്, ഡിയിൽ നിന്നും ആറിലേക്ക്. ഇവിടെ ഇല്ലാത്തത് നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷനകത്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡൊമൈൻ നോക്കിയേ, എ ബി സി ഡി. ഡൊമൈൻ എയിലെ എലമെൻ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇമേജ് ഉണ്ടാവണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അല്ലേ. അപ്പോൾ എ ബി സി ഡി ആണ് നമ്മുടെ ഡൊമൈന്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ബി ഇറ്റ് സെൽഫ് പി ക്യു ആർ എസ് ആണ്. റേഞ്ച് നോക്കിയേ, ആരോസ് വരുന്ന പിയിലേക്കും ക്യൂയിലേക്കും ആറിലേക്കും മാത്രമേ ഉള്ളൂ. സോ ദ റേഞ്ച് ഈസ് പി ക്യു ആറ് മാത്രമാണ് നമ്മുടെ റേഞ്ച്. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി അല്ലേ? അടുത്ത് നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ദ ഗിവൻ ആരോ ഡയഗ്രാം റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ ഓർ നോട്ട്. ഇതൊരു ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ. കാരണം നോക്കിക്കേ, 9ൽ നിന്ന് 2 ആരോസ് പോയിരിക്കുന്നു, 4ൽ നിന്ന് 2 ആരോസ്, 25ൽ നിന്ന് 2 ആരോസ് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് എല്ലാ ആരോസ് പോകുന്നുമുണ്ട്. അപ്പോൾ എന്താണ്? ഇത് ഫംഗ്ഷൻ അല്ല അല്ലേ, നോട്ട് എ ഫംഗ്ഷൻ. കാരണം ഫംഗ്ഷൻ അല്ലാത്ത എന്തുകൊണ്ടാണ്? കാരണം ഒന്നിൽ കൂടുതൽ ഇമേജസ് ഒരു നമ്പറിന് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ദെൻ അടുത്തിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്കറിയാം, ആരോ ഡയഗ്രാം വരച്ചപ്പോൾ നമ്മൾ കണ്ടു ഒരു എലമെൻറ്റിൽ നിന്ന് ഒരു ആരോയെ പോകാൻ പാടുള്ളൂ, 2 ആരോ പോകാൻ പാടില്ല. ഇപ്പം 2ൽ നിന്ന് 2 ആരോ 4ലേക്കും അതുപോലെ 3ലേക്കും പോകുന്നു എന്ന് വെച്ചോ. ഇത് ഓർഡേഡ് പേരായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2 4 എന്നും എഴുതാം, 2 3 എന്നും എഴുതാം. അപ്പോൾ ഇത് ഫംഗ്ഷൻ അല്ല അല്ലേ, നോട്ട് എ ഫംഗ്ഷൻ ആണ്. അപ്പം ഓർഡേഡ് പേരിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നാലും എന്താണ്? അത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് റിലേഷൻ സെറ്റ് ഓർഡേഡ് പേരിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഓർഡേഡ് പേഴ്സിനകത്ത് ഫസ്റ്റ് എലമെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. അപ്പം നമുക്ക് നോക്കാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇവിടെ ചോദ്യം, ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ നോക്കേണ്ടത് അല്ലേ. 2 3 4 റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്താണ്? ഇത് ഫംഗ്ഷൻ ആണ്. ഓപ്ഷൻ എ എന്താണ്? കണ്ടീഷൻ നമ്പർ 1 എന്താണ്? ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ നോക്കിയേ, 2 2 2 4. അതാ 2 2ഉം 2 4ഉം. 2ന് 2 ഇമേജ് വരുന്നുണ്ട്, 4 ഇമേജ് വരുന്നുണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ദെൻ മൂന്നാമത്തെ നോക്കിക്കേ, മൂന്നാമത്തെ നമുക്ക് കാണാം 1 2 2 3 3 4 4 5 5 6 6 എല്ലാം യൂണീക്കാണ്. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് എ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എ ഈക്വൽ ടു 1 2 3 4, ദെൻ ബി ഈക്വൽ ടു 1 5 9 11 15 16 ആൻഡ് ഫംഗ്ഷനായിട്ട് റിലേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് 1 5 2 9 3 1 4 5 2 1. സ്റ്റേറ്റ് വെദർ വിത്ത് ദ റീസൺ വെദർ എഫ് ഈസ് എ റിലേഷൻ ഓർ ഫംഗ്ഷൻ. ഇത് റിലേഷൻ ആണോ ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആകുമോ? ഇല്ല. കാരണം 2 9ഉം 2 1ഉം വന്നിട്ടുണ്ട്. 2നും 9ഉം 1ഉം എന്താണ്? ഇമേജസ് ആയിട്ട് വരുന്നുണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ, ദിസ് ഈസ് ഓൺലി എ റിലേഷൻ അല്ലേ. പറയുന്നത് മനസ്സിലായി? അപ്പോൾ നമ്മൾ കണ്ടീഷൻ എഴുതണം. നമ്മൾ നോക്കുമ്പോൾ 2ന് 2 ഹാസ് 2 ഇമേജസ് 9 and 1. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ഓൺലി എ റിലേഷൻ. റെഡിയാണോ? നമ്മൾ അങ്ങനെ എഴുതണം കേട്ടോ. റെഡി? അടുത്ത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഫ്രം എ ടു ബി ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് നോക്കിക്കേ, R1 ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി എ ക്യൂ ആർ എസ് എസ് ഫംഗ്ഷനാണ്. പി എ ക്യൂ ആർ എസ് എസ് ഫംഗ്ഷനാണ്. പി എ ക്യൂ പി എസ്, ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, നോട്ട് എ ഫംഗ്ഷൻ. പി എ ക്യൂ ആർ എസ്, ദിസ് ഇസ് എ ഫംഗ്ഷൻ. റെഡിയാണോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി നമ്മൾ നമ്പർ ഓഫ് റിലേഷൻസ് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. എത്ര ഫംഗ്ഷൻസ് നമുക്ക് ഫോം ചെയ്യാമെന്ന്. ഒന്നുമില്ല, സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ട് സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ബി ഹോൾ റൈസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എ. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഓക്കെ, സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കാണ്. ദെൻ നമ്പർ ഓഫ് എ എം ആണ്, നമ്പർ ഓഫ് ബി എൻ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഓർ മാപ്പിംഗ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ഹോൾ റൈസ് ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ കേട്ടോ. അതായത് എൻ റൈസ് ടു എം എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ചോദ്യം ചെയ്യാം, നോക്കിക്കേ. ഇത് നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കീമിനും ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ബേസിക് ക്വസ്റ്റൻ ആണ് കേട്ടോ. ദ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം ദ സെറ്റ് എ ഇൻറ്റു സെറ്റ് ബി എന്നാണ്. അപ്പോൾ സെറ്റ് എയ്ക്കകത്ത് എത്രയുണ്ട്? 1 2 3 4. സെറ്റ് ബിക്കകത്ത് 1 2 3 ആണ്. സോ ദ ആൻസർ ഈസ് എത്രയാണ്? 3 raised to 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 81 ആണ്. സോ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. റെഡിയാണോ മക്കളെ? ക്ലിയർ? അപ്പോൾ ബേസിക്സ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ്. ഒരു ക്വിക്ക് റിവിഷനാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് റിവൈസ് ചെയ്ത് നമുക്കൊരു മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാനുള്ള സാധനം മാത്രമേ ഉള്ളൂ. നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷനകത്ത് തിയറീസ് അല്ല അല്ലേ, പിന്നെ പ്രോബ്ലംസ് മാത്രം നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഫംഗ്ഷൻസാണ് വരുന്നത്? 1 1 ഫംഗ്ഷന്, ഓൺ ടു ഫംഗ്ഷൻ,
ഫംഗ്ഷൻ. ഇതാണ് മെയിൻ. 1 അല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? മെനി വൺ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓൺ ടു അല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കും. 1 ഫംഗ്ഷൻ നമുക്ക് ഒരു പേരും കൂടി ഉണ്ട്. എന്താണ്? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്ഷൻ എന്ന് പറയും. ഓക്കെ. ദെൻ ഓൺ ടു ഫംഗ്ഷൻ നമുക്ക് വേറൊരു പേരുണ്ട്, സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്ഷൻ നമ്മൾ പറയും. ഇനി 1 ഓൺ ടുവും രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് വിളിക്കും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. റെഡി ആണല്ലോ? 1 ആൻഡ് ഓൺ ടുവിനെ നമ്മൾ എന്ത് വിളിക്കും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആണോ മക്കളെ? ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. എന്താണ് 1, എന്താണ് ഓൺ ടു ഫംഗ്ഷൻ? നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. റെഡി? അപ്പോൾ അതാ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻറ്റു കണ്ടീഷൻ, അതായത് 1 കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. 1 ഫംഗ്ഷൻസിൻ്റെ കണ്ടീഷൻ നോക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ നോക്കിക്കേ, ദാ ഫസ്റ്റ് ഞാനൊരു ആരോ ഡയഗ്രാം വരയ്ക്കുന്നു. കുറേ ആരോ ഡയഗ്രാംസ് വരയ്ക്കും. 4 എണ്ണം ഞാനിവിടെ വരയ്ക്കുകയാണ്. വരച്ചിട്ട് ഞാൻ അതിനകത്ത് ഓരോ എലമെൻറ്റ്സ് ഞാൻ എഴുതി ഇത് 1 ആണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യാം? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ദാ നോക്കാം. ഓക്കെ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മുടെ എലമെൻറ്റ്സ് 1, 2, 3, 4 ആണ്. ഇവിടെ നമ്മുടെ എലമെൻറ്റ് എ, ബി, സി, ഡി, ഇ, എഫ് ആണ്. ഓരോന്ന് ഞാൻ അങ്ങ് എഴുതുവാണ്. 1, 2, 3, 4 ആണ്. ദെൻ ഇവിടെ എ, ബി, സി, ഡി, ഇ, എഫ്. ദെൻ ഇവിടെ നമുക്ക് 1, 2, 3, 4 ആണ്. ഇവിടെ എ, ബി, സി. ദെൻ ഇവിടെ 1, 2, 3, 4. ദെൻ എ, ബി, സി, ഡി. ഓക്കെ. ദെൻ ഇനി ഫസ്റ്റ് കേസ് ഞാൻ നോക്കുകയാണ്. ഈ ഫസ്റ്റ് കേസിൽ ഞാൻ ആരോസ് കൊടുക്കുവാണ്. 1 നിന്ന് ഞാൻ എയിലേക്ക് കൊടുക്കുന്നു, 2 നിന്ന് ഞാൻ ബിയിലേക്ക് കൊടുക്കുന്നു, 3 നിന്ന് ഞാൻ ഡിയിലേക്ക് കൊടുക്കുന്നു, 4 നിന്ന് ഞാൻ സിയിലേക്ക് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് കേസ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുക. ഇത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുക. 1 ആണോ എന്ന് മാത്രമേ ഇപ്പോൾ നോക്കുന്നുള്ളൂ. 1 നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെറ്റ് എ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സെറ്റ് ബിനെ നോക്കേ വേണ്ട. ഓക്കെ. സെറ്റ് ബിയിൽ എന്താ വേണ്ടത്? സെറ്റ് എയിലുള്ള എന്താ വേണ്ടത്? സെറ്റ് എയിലെ എല്ലാവർക്കും എന്തുണ്ടാവണം? എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഓരോ ഇമേജസ് ഉണ്ടാവണം. അതായത് 1 എ ഉണ്ട്, 2 ബി ഉണ്ട്, 3 ഡി ഉണ്ട്, 4 സി ഉണ്ട്. യെസ്, ഇതെന്താണ്? ഇത് 1 ആണ്. ഇത് 1 ആണ്, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണ്. ഇൻജക്റ്റീവ് ആണ്. റെഡി? അടുത്തതിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ഞാൻ വരയ്ക്കാൻ പോവാണ്. എയിൽ നിന്ന് ബിയിലേക്ക് കൊടുക്കുന്നു, 2 നിന്ന് ഞാൻ ബിയിലേക്ക് കൊടുക്കുന്നു, 3 നിന്ന് സിയിലേക്ക് കൊടുക്കുന്നു, 4 നിന്ന് ഡിയിലേക്ക് കൊടുക്കുന്നു. സെറ്റ് ബി നോക്കേ വേണ്ട. സെറ്റ് എ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. സെറ്റ് എയിൽ നോക്കിയേ, 1 നിന്ന് ബിയിലേക്ക് പോകുന്നുണ്ട്, 2 നിന്ന് ബിയിലേക്ക്. ഇവിടെ എല്ലാവർക്കും ഇമേജ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, 1 നിന്ന് ബിയിലേക്ക് ഇമേജ് പോകുന്നുണ്ട്, 2 നിന്നും ബിയിലേക്ക് ഇമേജ് പോകുന്നുണ്ട്. അപ്പം നോക്കിക്കേ, 1 നിന്നും 2 നിന്നും ഒരേ ഇമേജ് വന്നിരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതായത് എയിലുള്ള 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിന് ഒരേ ഇമേജ് വരാൻ പാടില്ല. ഫങ്ഷൻസ് പറഞ്ഞ സമയത്ത് നമ്മളതൊന്നും നോക്കുന്നില്ലായിരുന്നു. ടൈപ്സ് ഓഫ് ഫങ്ഷൻ അതായത് 1 ആകുന്ന സമയത്ത് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഒരിക്കലും ഒരു ഇമേജ് വരാൻ പാടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് മെനി വൺ. ഇതെന്താണ്? മെനി വൺ ആണ്, നോട്ട് 1. ഓടി അടുത്തത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കേസ്. സെറ്റ് ബി നോക്കുകയേ വേണ്ട കേട്ടോ. ഓക്കെ. അപ്പം 1 നിന്ന് എയിലേക്ക് പോകുന്നു, 2 നിന്ന് എയിലേക്ക് പോകുന്നു, 3 നിന്ന് ബിയിലേക്ക് പോകുന്നു, 4 നിന്ന് സിയിലേക്ക് പോകുന്നു. ഇതെന്താണ്? ഇതും മെനി വൺ ആണ്. കാരണം എന്താ? 1 നും 2 നും എ എന്ന് പറഞ്ഞൊരു ഇമേജാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇതെന്താണ്? ഇത് മെനി വൺ ആണ്. മെനി വൺ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നോക്കാം. നെക്സ്റ്റ് 1 നിന്ന് ഞാൻ ബിയിലേക്ക് വരയ്ക്കുന്നു, 2 നിന്ന് ഞാൻ സിയിലേക്ക് വരയ്ക്കുന്നു, ദെൻ 3 നിന്ന് ഞാൻ 4 എയിലേക്ക് വരയ്ക്കുന്നു, ദെൻ 4 നിന്ന് ഞാൻ ഡിയിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതെന്താണ്? 1 നിന്ന് ബി, 2 നിന്ന് ഓക്കെ, ഇത് 1 ആണ് അല്ലേ. ഇത് 1 ആണ്. ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ 1 ഫംഗ്ഷൻ ആണ്. റെഡി ആണല്ലോ? അപ്പോൾ നമ്മൾ 2 1 2 മെയിനി വണ്ണിൻ്റെ കേസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഓൺ ടു നോക്കാൻ പോവാണ്. ഓൺ ടു നോക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? സെറ്റ് ബി ആണ് നമ്മൾ നോക്കേണ്ടത്. ഓൺ ടു നോക്കുമ്പോൾ ഓൺ ടു പറയണമെങ്കിൽ സെറ്റ് ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും എന്തുണ്ടാവണം? പ്രീ ഇമേജ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ? അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന കണ്ടീഷനാണ് റേഞ്ചും കോഡൊമൈനും എന്താവണം? ഈക്വൽ ആവണം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ റേഞ്ച് എ, ബി, സി, ഡി വരുന്നത്. കോഡൊമൈനും എ, ബി, സി, ഡി, ഇ, എഫ് ആണ്. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയാൽ മാത്രമേ നമുക്കതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ? ഓൺ ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കണ്ടീഷൻ എന്താണ്? ബിയിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യണം? ആരോ
എയിലേക്ക് പോയിട്ടുണ്ടായിരിക്കണം. ഇവിടെ നോക്കിയേ, ഇക്കും എഫിനും എന്തില്ല, ആരോ പോയിട്ടില്ല. സോ അതെന്താണ്, ഓൺ ടു അല്ല, അത് ഇൻറ്റു ആണ്. ഓൺ ടു അല്ല, ഇൻറ്റു ആണ്. റെഡി? അപ്പോൾ ഇത് 1 ആൻഡ് ഇൻറ്റു ഫംഗ്ഷൻ ആണ്. റെഡി? സോറി. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, എയ്ക്ക് ഇമേജ് വന്നിട്ടില്ല, ഇക്കും എഫിനും പ്രീ ഇമേജസ് വന്നിട്ടില്ല. സോ ഇതും എന്താണ്, ഇത് മെനി വൺ ഇൻറ്റു ഫങ്ഷൻസ് ആണ്. റെഡി? നെക്സ്റ്റ് നോക്കിക്കേ, ഇത് എല്ലാവർക്കും പ്രീ ഇമേജ് പോയിട്ടുണ്ട്. സോ ഇതെന്താണ്, ഇത് ഓൺ ടു ആ, മെനി വൺ ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്താ, ഈ മൂന്നാമത്തേത്. റെഡി? നെക്സ്റ്റ് നോക്കിക്കേ, എയ്ക്കും ബിക്കും സിക്കും ഡിക്കും എല്ലാം എന്തുണ്ട്, പ്രീ ഇമേജ് ഉണ്ട്. സോ ദിസ് ഈസ് 1 ആൻഡ് ഓൺ ടു. ഓക്കെ, അല്ലെങ്കിൽ ഇത് എന്താണ്, ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് അല്ലേ, ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത്, നമ്മുടെ 1 ഓൺ ടുവിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തിയറീസ് കൊടുത്തിട്ടുണ്ട്. ഇതാ 1 മാപ്പിംഗ് എന്ന കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ്. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാവർക്കും ഇമേജസ് ഉണ്ടായിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. ഒരു ഇമേജിന് പോലും സെയിം ആയിട്ടുള്ള പ്രീ ഇമേജസ്, സോറി, ഒരു എലമെൻറ്റിന് പോലും സെയിം ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു പ്രീ ഇമേജിന് പോലും എന്തുണ്ടാകാൻ പാടില്ല, സെയിം ഇമേജസ് ഉണ്ടാവാനായിട്ട് പാടില്ല. സോറി, ഇമേജസ് അല്ല, സെയിം എലമെൻ്റ് ആരോ വരാനായിട്ട് പാടില്ല അല്ലേ. ഒരു ഇമേജിന് പോലും സെയിം എന്താണ്, 2 ഇത് വരാനായിട്ട് പാടില്ല മക്കളെ. അതായത് സെറ്റ് ബിയിലുള്ളതെല്ലാം എന്താണ്, നമ്മൾ ഇമേജ് ആണ് വിളിക്കുന്നത്. അപ്പോൾ പ്രീ ഇമേജ് സെയിം, ഓക്കെ, 2 നിന്ന് ഇതാ ഇങ്ങനെ 2 ആരോസ് പോകാനായിട്ട് പാടില്ല. ആ കണ്ടീഷൻ അത്രയേ ഉള്ളൂ കേട്ടോ. പറഞ്ഞ അവസാനം കുളവാകണ്ട, കാര്യം ഒന്ന് മനസ്സിലായാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ടായിരിക്കണം, ഇമേജ് ഉണ്ടായിരിക്കണം. ദെൻ എന്ത് വേണം, ഒരു 2 എലമെൻറ്റുകൾ നമുക്കുണ്ടെങ്കിൽ, സെറ്റ് എയിൽ 2 എലമെൻറ്റ് ഉണ്ടെങ്കിൽ 2 എലമെൻറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കണം ഉണ്ടാകുന്നത്, സെയിം ഇമേജ് പാടില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളോട് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് 1 ആണോ ഓൺ ടു ആണോ ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് ദണ്ട് ഇങ്ങനെ വേണം പ്രൂവ് ചെയ്യാൻ. f(x1)ഉം f(x2)ഉം നിങ്ങൾ ഈക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം, x1 = x2 എന്ന് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ, ഇത് 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്ത് ചെയ്യാം നോക്കാം. ഗ്രാഫ് നിങ്ങൾ വരച്ച് നോക്കുമ്പോഴത്തേന് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് അല്ല, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്താ, ഇപ്പോൾ ഇതിപ്പോൾ x² ഗ്രാഫാണ് ഞാൻ വരയ്ക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഗ്രാഫിൽ മോർ ദാൻ 1 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ്, 1 അല്ല. ഓക്കെ, ഇത് x² ഗ്രാഫ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ x³ ഗ്രാഫ് വരയ്ക്കുക. x³ ഗ്രാഫ് നോക്കിയാൽ ഈ ഒരു ഷേപ്പിലാണ് x³ ഗ്രാഫ് വരുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് എന്താ, ഗ്രാഫിൽ ഒറ്റ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ടോ, ടച്ച് ചെയ്യുന്നുള്ളൂ. സോ ഇതെന്താണ്, ഇത് 1 ആണെന്ന് നമുക്ക് മനസ്സിലാകാം. ദിസ് ഈസ് നോട്ട് 1 അല്ലേ, ഇത് 1 അല്ല. പറഞ്ഞ് മനസ്സിലായോ? ഇനി സൈനസോയ്ഡൽ വേവ് നമുക്ക് നോക്കിയാലോ, സൈൻ ഫംഗ്ഷൻ നോക്കിയാലോ. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് പ്ലോട്ട് ചെയ്ത ഗ്രാഫിൽ കുറേ തവണ എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫംഗ്ഷൻ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സോ എന്താണ്, അത് 1 ഫംഗ്ഷൻ അല്ല. കണ്ടോ? അപ്പോൾ 1 നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ വരച്ച് കാണിച്ച സാധനം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിനിമണിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ ഞാനിപ്പോൾ അതെല്ലാം ഒന്നവിടെ പറഞ്ഞിട്ടുണ്ട്, ഓൺ ടു ഫംഗ്ഷന്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഇൻറ്റു മാപ്പിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ 1 ഓൺ ടു ആയാൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റും, ബൈജക്റ്റീവ് ഫംഗ്ഷൻ പറയാൻ പറ്റും. ദെൻ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്താവണം, 1 ആകണം, ഓൺ ടു ആകണം. ഇത്രയും കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സിൻ്റെ കാര്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 ഫംഗ്ഷനും ആവണം. അതേപോലെ തന്നെ എന്താവണം, ഓൺ ടു ഫംഗ്ഷനും ആവണം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസിലേക്ക് ഒന്ന് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കൺസിഡർ എഫ് ഫ്രം R to R. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ടാ, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. ഫംഗ്ഷൻ എന്താ വന്നിരിക്കുന്നത്, f(x) = 5x + 2 എന്നാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് 1 ഫംഗ്ഷൻ 1 ആണെന്ന് കാണാൻ നമ്മളിപ്പോൾ പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്, f(x1) = f(x2) നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്ത് കിട്ടണം, x1 = x2 നമുക്ക് കിട്ടണം. സോ നമുക്ക് എന്ത് ചെയ്യാം, 5x1 + 2 = 5x2 + 2. 2ഉം 2ഉം നമുക്കിവിടെ കട്ട് ചെയ്യാം. ദെൻ 5x1 = 5x2 എന്ന് വരും. 5ഉം 5ഉം കട്ട് കഴിഞ്ഞാൽ x1 = x2 എന്ന് കിട്ടും. സോ ദിസ് ഈസ് എ 1 ഫംഗ്ഷൻ. സോ ദിസ് ഈസ് എന്താണ്, ഇത് 1 ആണ്. ക്ലിയർ അല്ലേ? റെഡി? അടുത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് നോക്കിയേ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പർ നിന്ന് -2 നമ്മൾ മാത്രം കുറച്ചിട്ട് 2 റിയൽ നമ്പറാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡൊമൈനിൽ -2 വരാൻ പാടില്ല. ദെൻ ഡിഫൈൻഡ് ബൈ f(x) = x + 1
എക്സ് പ്ലസ് 2 ഈസ് 1 1. എന്തുകൊണ്ട് ഡൊമൈനിൽ -2 നമ്മൾ ഒഴിവാക്കിയത്? ഇവിടെ -2 + 2 വന്നാൽ ഇത് 0 ആയി പോകും. എക്സിന് -2 കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് അത് ഡൊമൈനിൽ നിന്ന് കുറച്ചിരിക്കുന്നത്. ഇത് 1 1 ആണോ ചെക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ലേ? നമുക്ക് ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻ തന്നെ f(x1) = f(x2) നമ്മൾ നോക്കുന്നു. സോ ഇംപ്ലൈസ് ദാറ്റ് x1 = x2 നമ്മൾ ഇംപ്ലൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ അത് കിട്ടണം. സോ നമുക്ക് കൊടുക്കാം. അപ്പോൾ x1 / x1 + 2 = x2 / x2 + 2. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x1 = x2 എന്ന് കിട്ടുന്നുണ്ടോ നോക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഞാൻ x1 × x2 + 2 × x2 × x1 + 2 എങ്ങനെ ക്രോസ് ചെയ്തു? ഇങ്ങനെ ക്രോസ് ചെയ്തു. ഓക്കെ, ദെൻ ഇനി നമുക്ക് ചെയ്യാം x1 x2 + 2x1 = x1 x2 + 2x2. ഓക്കെ, അപ്പം ഇതും ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയി. പിന്നെ നമുക്ക് എന്തുണ്ട്? 2x1 = 2x2, 2ഉം 2ഉം കട്ടായി പോയി. x1 = x2 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ മക്കളെ? ദാറ്റ്സ് ഓൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ ബോർഡ് എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് 1 1. ഇതിൽ ഏതാണ് 1 1 എന്ന് ചോദിക്കുന്നത്? x² നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. x1² = x2². നിങ്ങൾ x1 = x2 നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല? കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ -4ൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എത്രയാണ്? 16 കിട്ടും. 4ൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? 16 കിട്ടും. അപ്പോൾ 4നും 16 വന്ന ഇമേജ് വരുന്നുണ്ട്, -4നും 16 വന്ന ഇമേജ് വരുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ ഫംഗ്ഷൻ ഒരിക്കലും എന്തല്ല? 1 1 അല്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? 1 1 അല്ല. ഇനി അതുപോലെ തന്നെയാണ് മോഡ് എക്സിൻ്റെ. നമുക്കിപ്പോൾ -2 മോഡിനകത്ത് -2 കൊടുത്താലും 2 ആ കിട്ടുന്നത്, 2 കൊടുത്താലും 2 ആ കിട്ടുന്നത്. അപ്പം -2നും 2നും എന്ത് തന്നെയാണ്? 2 തന്നെയാണ് ഇമേജ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി sin x, sin 0യും 0 ആണ്, sin 180 ഡിഗ്രിയും 0 ആണ്. അപ്പോൾ 0 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും എന്ത് തന്നെയാണ് വാല്യൂ? 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ദെൻ x³ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ -3³ എന്ന് പറയുന്നത് -27 ആണെങ്കിൽ 3³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വെറും +27 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x³ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഇത് 1 1 ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ x³ ഗ്രാഫ് ഞങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കിയതാണ്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നോക്കുമ്പോൾ എന്താണ്? നമുക്ക് ഒറ്റ പോയിന്റ് ടച്ച് ചെയ്യത്തുള്ളൂ. സോ ദിസ് എന്താണ്? 1 1 ആണ്. റെഡി അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിക്കേ, എ ഫംഗ്ഷൻ ഫ്രം a to b ഡിഫൈൻഡ് ആസ് f(x) = 2x if ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺടു. അത് 1 1 ആണ് ഓൺടു ആണെന്ന് പറയുന്നുണ്ട്. if a = 1 2 3 4 then find set b എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമുക്ക് a തന്നിട്ടുണ്ടെങ്കിൽ f(1) നമുക്ക് കണ്ടുപിടിക്കാം 2 ആണ്. ദെൻ f(2) നമുക്ക് കണ്ടുപിടിക്കാം 4 ആണ്. ദെൻ f(3) നമുക്ക് കണ്ടുപിടിക്കാം 6 ആണ്. ദെൻ f(4) നമുക്ക് കണ്ടുപിടിക്കാം 8 ആണ് അല്ലേ? ഇത് 1 1 ഓൺ 2 ആണ്. കാരണം 1ൻ്റെ ഇമേജ് 2 ആണ്, 2ൻ്റെ ഇമേജ് 4 ആണ്, 3ൻ്റെ ഇമേജ് 6 ആണ്, 4ൻ്റെ ഇമേജ് 8 ആണ്. എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള യൂണീക്ക് ഇമേജസ് വന്നിട്ടുണ്ട്. സോ സെറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 4 6 8. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ഗിവൺ ബൈ f(x) = 2x ഈസ് 1 1 ബട്ട് നോട്ട് ഓൺടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 1 ആണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? f(x1) = f(x2) എന്ന് പറയുന്നത് ഇംപ്ലൈസ് ടു x1 = x2 ആവണം അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x1 = 2x2. 2ഉം 2ഉം കട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x1 = x2 എന്ന് കിട്ടും. റെഡി? സോ ദിസ് ഈസ് 1 1 1 1 ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നോട്ട് ഓൺ ടു എന്നാണ് കാണിക്കണ്ടേ. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ നോക്കിക്കേ, f(x) = 2x. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? y = 2x എന്ന് എഴുതും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് x = എന്ന് എഴുതണം കേട്ടോ. ഓൺ ടു ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പം x = വരുമ്പോഴത്തേക്ക് എന്ത് വരും? y/2 എന്ന് വരും. ദെൻ ഇതൊരു നാച്ചുറൽ നമ്പർ ആവണം. കാരണം എന്താ? നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാ? നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിക്കേ, എക്സിന് ഞാൻ ഇപ്പോൾ x = ഓക്കെ. അപ്പോൾ ഞാൻ എക്സും നാച്ചുറൽ നമ്പറാണ്, വൈയും നാച്ചുറൽ നമ്പർ, എക്സും വൈയും നാച്ചുറൽ നമ്പർ, രണ്ടും നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ഡിഫൈൻ ചെയ്യുക. അങ്ങനെ ഞാൻ വൈക്ക് ഞാനൊരു 2 കൊടുത്ത 2/2 1 ശരിയാണ്. 3 കൊടുത്താലോ 3/2 ആകും. അത് നാച്ചുറൽ നമ്പർ ആകുമോ? ഇല്ല. അപ്പം 3 ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് എക്സ് ഇത് വൈ അല്ലേ. ഇപ്പോൾ ഇത് എക്സും വൈയും ആണെങ്കിൽ ഇതെല്ലാം നാച്ചുറൽ നമ്പറാണ്. 1 2 3 4 5 അല്ലേ. ഇതും 1 2 3 4 5 എല്ലാം വന്നത്. അപ്പം നോക്കിയേ, 1 കൊടുത്താൽ 1/2 ആ വരുന്നത് അല്ലേ. 3 കൊടുത്താൽ 3/2 ആ വരുന്നത് വൈക്ക്. അതായത് ഇതിനകത്ത് 3യും 1ഉം ഒക്കെ ഉണ്ട്. ഇവർക്ക് ആർക്കും എന്തില്ല?
പ്രീ ഇമേജസ് ഇല്ല അപ്പുറത്ത്. പറയുന്നത് മനസ്സിലായോ? റെഡി? അപ്പം എക്സ് ഒരിക്കലും നാച്ചുറൽ നമ്പറേ ആകാവുള്ളൂ, ഒരിക്കലും ഡെസിമൽ വാല്യൂസ് ആകാൻ പാടില്ല. അപ്പോൾ 3ക്കും 1-നോ 5-നോ 5/2 7/2 ഇവർക്ക് ആർക്കും 7-നും ഒന്നും എന്തില്ല, പ്രീ ഇമേജസ് ഇല്ല. അപ്പോൾ എന്താണ് അത്? ഓൺ ടു അല്ല. റേഞ്ചും കോഡമിനും ഈക്വൽ ആയാലല്ലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഓൺ ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് ആർക്കും പ്രീ ഇമേജ് ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഇത്? ഓൺ ടു അല്ല അല്ലേ? ഇതെന്താണ്? ഇത് ഇൻറ്റു ആണ് അല്ലേ? ഇത് നോട്ട് ഓൺ ടു, നോട്ട് ഓൺ ടു. പറയുന്നത് മനസ്സിലായ മക്കളെ? റെഡി? ഓക്കെ. സോ y ഈക്വൽ ടു 1 3 5 7 എക്സെട്രാ ഹാസ് നോ പ്രീ ഇമേജ് ഇൻ എക്സ്. കണ്ടോ? അപ്പോൾ എന്താണ്? 1 ആണ്. ബട്ട് ഇതെന്താണ്? ഓൺ ടു അല്ല. ക്ലിയർ അല്ലേ? സോ സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്തത് അതേപോലെ തന്നെ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൊമൈൻ തന്നിട്ടുള്ളത് സെറ്റ് എ എന്ന് പറയുന്നത് റിയൽ നമ്പറിൽ നിന്ന് 2 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് 1 ആൻഡ് ഓൺ ടു എന്നാണ് കാണിക്കാൻ പറയുന്നത്. അപ്പോൾ 1 ആണ് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അപ്പം x1 മൈനസ് 1 ഡിവൈഡ് ബൈ x2 മൈനസ് 2 ഈക്വൽ ടു x2 അല്ല, x1 മൈനസ് 1 ഡിവൈഡ് ബൈ x1 മൈനസ് 2 ഈക്വൽ ടു x2 മൈനസ് 1 ഡിവൈഡ് ബൈ x2 മൈനസ് 2. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ മുമ്പേ ചെയ്ത പോലെ തന്നെ. അപ്പം എന്ത് കിട്ടും? x1 മൈനസ് 1 ഇൻറ്റു x2 മൈനസ് 2 ഈക്വൽ ടു x2 മൈനസ് 1 ഇൻറ്റു x1 മൈനസ് 2. റെഡി? ഇനി ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. x1 x2 minus 2x1 minus x2 plus 2. This is equal to x1 x2 minus 2x2 minus x1 plus 2. 2 കട്ടായി പോയി. x1 x2 കട്ടായി പോയി. ദെൻ റിമൈനിങ് വരുന്നത് ഏതേ ഉള്ളൂ? മൈനസ് 2x1 മൈനസ് x2 ഈക്വൽ ടു മൈനസ് 2x2 മൈനസ് x1 ടൈം എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാം. മൈനസ് 2x1 പ്ലസ് x1 ടൈം എല്ലാം ഒന്നിച്ച് കൊണ്ടുവന്നേ. പ്ലസ് x1 ഈക്വൽ ടു മൈനസ് 2x2 പ്ലസ് x2. സോ മൈനസ് 2x1 പ്ലസ് x1 നമുക്ക് എത്ര വരും? മൈനസ് x1 വരും. ഇവിടെ മൈനസ് x2 വരും. മൈനസും പോയാൽ x1 ഈക്വൽ ടു x2 എന്ന് വരും. സോ ദിസ് ഈസ് 1 ആണ്. ഇതെന്താണ്? 1 ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ഓൺ ടൂം കൂടെ ആണെന്ന് ചെക്ക് ചെയ്ത് കാണിക്കണം. ഓൺ ടു ചെക്ക് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞായിരുന്നു. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഓൺ ടൂന് നമ്മൾ നോക്കേണ്ട കണ്ടീഷൻ എന്തായിരുന്നു? ഓൺ ടു നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഈക്വൽ ടു എന്ന് വന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x മൈനസ് 1 ഡിവൈഡ് ബൈ x മൈനസ് 2 എന്ന് വരും. ഇനി ഇതിനകത്തുനിന്ന് x ഈക്വൽ ടു എന്ന് എഴുതണം. അപ്പോൾ x ഈക്വൽ ടു എന്ന് എഴുതാൻ നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്രോസ് ചെയ്യും. അപ്പോൾ നോക്കിയും yx അല്ലെങ്കിൽ xy മൈനസ് 2y ഈക്വൽ ടു x മൈനസ് 1 വരും. ഇതിനകത്ത് എക്സിൻ്റെ ടൈമെല്ലാം ഒന്നിച്ച് എഴുതുന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്നു മൈനസ് 1 പ്ലസ് 2y എന്ന് കൊടുക്കുന്നു. സോ എക്സിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. y മൈനസ് 1 വരും. ഇത് നമുക്ക് 2y മൈനസ് 1 എന്ന് കൊടുക്കാം. സോ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 2y മൈനസ് 1 ഡിവൈഡ് ബൈ y മൈനസ് 1 എന്ന് വന്നു. റെഡി? നമുക്കറിയാം വൈക്ക് ഒരിക്കലും 1 ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം 1 മൈനസ് 1 0 ആണ്. പക്ഷെ നമ്മുടെ സെറ്റ് ഡിഫൈൻ ചെയ്തേക്കെന്ന് പറയുന്നുണ്ട് ബി എന്താണ്? 1 ഒഴിച്ചിട്ടുള്ള വാല്യൂ ആണ് ബിക്കകത്തുള്ളത്. അപ്പോൾ നമുക്ക് അവിടെയും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, വൈയുടെ ബാക്കി ഏത് വാല്യൂസ് നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രീ ഇമേജ് എവിടെയുണ്ട്? എക്സിനകത്ത് ഉണ്ട്. അപ്പോൾ എന്താണ് ഇത്? ഓൺ ടു ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം വൈക്ക് 1 കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ തന്നെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അവരത് എലിമിനേറ്റും ചെയ്തിട്ടുണ്ട് ബിയിൽ നിന്ന്. അപ്പോൾ റേഞ്ചും കോഡമൈനും എന്താണ്? ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൈക്ക് വേറെ ഏത് വാല്യൂ കൊടുത്താലും യുണീക്ക് ആയിട്ടുള്ള എന്ത് വരുന്നുണ്ട്? ഇമേജസ് നമുക്കവിടെ വരുന്നുണ്ട്. ഇവിടെ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. സോ ദിസ് ഈസ് എന്താണ്? നമുക്ക് ഫോർ എവരി ഇങ്ങനെ എഴുതാം കേട്ടോ. ഫോർ എവരി വാല്യൂസ് ഓഫ് വൈ we have unique values in A. കേട്ടോ, എല്ലാ വാല്യൂസും ഉണ്ട് അതിനകത്ത് യുണീക്ക് ആയിട്ടുള്ള. സോ ദിസ് ഈസ് എന്താണ്? ഓൺ ടു ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താ മക്കളെ പറയുന്നത്? ഒന്നുമില്ല, നമ്മൾ ഒരു പെട്ടിക്കകത്ത് എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ജി ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു പെട്ടിയിൽ നിന്ന് അടുത്ത പെട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഔട്ട്പുട്ട് വരുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നായിരിക്കും വരുന്നത്. എന്താ നോക്കിയേ, ഇവിടെ എക്സ് വരുന്നുണ്ട്, ഇവിടെ എഫ് ഓഫ് എക്സ് വരുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വന്നിരിക്കുന്നു. നോക്കിക്കാം, എഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ദെൻ
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. സോ ഇതെന്ത് വരും? നമ്മൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. റെഡി? അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. നമുക്ക് ദാണ്ട് ഇപ്പം ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ ഓഫ് എഫ് അല്ലെങ്കിൽ എഫ് കോമ്പോസിഷൻ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജി കോമ്പോസിഷൻ എഫ്. നോക്കിക്കേ, ഇവിടെ ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ആര് കിടക്കും? എഫ് ഓഫ് എക്സ് കിടക്കും. ഇനി എഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ആര് കിടക്കും? ജി ഓഫ് എക്സ് കിടക്കും. ഇനി നിങ്ങൾക്ക് എഫ് ഓഫ് എഫും വരാം. അതായത് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് തന്നെ കയറി കിടക്കുക. അതിന് നമ്മൾ എന്ത് വിളിക്കും? എഫ് കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് വിളിക്കും. ഇനി ജി ഓഫ് ജി എന്ന് പറഞ്ഞാൽ ജി കോമ്പോസിഷൻ ഓഫ് ജി. അതായത് ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വീണ്ടും ജി ഓഫ് എക്സ് തന്നെ കയറി കിടക്കും. ഇതാണ് എന്ത്? നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഇതാ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ്റെ പ്രോബ്ലംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം എഫ് എന്ന് പറയുന്നത് 2 3 4 5 to 3 4 5 5 9ലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജി എന്ന് പറഞ്ഞാൽ 3 4 5 9 7 11 15 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജി കോമ്പോസിഷൻ ഓഫ് എഫ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ജി കോമ്പോസിഷൻ ഓഫ് എഫ്. അതിൻ്റെ അർത്ഥം എന്താ? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? റെഡി? പക്ഷേ ഇവിടെ നമുക്ക് കുറേ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, രണ്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് ഇവിടെ എന്താ ഉള്ളത്? 2 ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ജി ഓഫ് എഫ് ഓഫ് 2 ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകും. അതിനകത്ത് എലമെൻറ്റ് ജി ഓഫ് എഫ് ഓഫ് 2. ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 2വിൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാണ്? 3. സോ ജി ഓഫ് 3 എത്ര? ജി ഓഫ് 3 വരുന്നത്? ജി ഓഫ് 3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 7. റെഡി ഗായ്സ്? ഇനി അടുത്ത ഏതാണ്? 3 ആണുള്ളത് അല്ലേ? ജി ഓഫ് എഫ് ഓഫ് 3. എഫ് ഓഫ് 3യുടെ വാല്യൂ തന്നിട്ടുണ്ട് 4 ആണ്. സോ ദ ആൻസർ ഈസ് ജി ഓഫ് 4. ജി ഓഫ് 4 എത്രയാണ് തന്നിട്ടുള്ളത്? 7 തന്നിട്ടുണ്ട്. സോ 7 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത വാല്യൂ ഏതാ? 4 ആണ് അല്ലേ? അപ്പം ജി ഓഫ് എഫ് ഓഫ് 4. അപ്പം എഫ് ഓഫ് 4 എത്ര തന്നിരിക്കുന്നത്? എഫ് ഓഫ് 5ഉം എഫ് ഓഫ് 5ഉം 5 ആണ്. അപ്പോൾ ജി ഓഫ് 5 ആണ് വേണ്ടത്. ജി ഓഫ് 5ൻ്റെ വാല്യൂ നമുക്ക് 11 തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വാല്യൂ ജി ഓഫ് എഫ് ഓഫ് 5 വേണം. എഫ് ഓഫ് 5 നമുക്ക് 5 തന്നിട്ടുണ്ട്. സോ ജി ഓഫ് 5 അത് നമുക്ക് എത്ര തന്നെ കിട്ടും? 11 കിട്ടും. സോ നമുക്ക് ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? 7 7 11 11 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. പറയുന്നത് മനസ്സിലായോ? സിമ്പിൾ സാധനമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കിയേ. ഫംഗ്ഷൻ എഫ് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 2. ജി നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് 3/2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജി കോമ്പോസിഷൻ ഓഫ് എഫ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ജി ഓഫ് എഫ് എക്സ് ആണെങ്കിൽ ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ആര് കിടക്കും? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിടക്കും. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ആണ്. അതിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ആര് കിടക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കയറി കിടക്കും. അപ്പോൾ നമുക്ക് എന്ത് വരും? 2x മൈനസ് 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 2 എന്ന് വരും. റെഡി ഗായ്സ്? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2x മൈനസ് 1 പ്ലസ് 4 ഡിവൈഡ് ബൈ 2 എന്ന് വരും. സോ 2x പ്ലസ് 3 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ജി ഓഫ് എഫ് ഓഫ് 3/2 വേണ്ടത്. ഇനി നമ്മൾ ആ എക്സിന് എന്ത് കൊടുക്കുന്നു? 3/2 എന്ന് കൊടുക്കുന്നു. സോ 2 × 3/2 പ്ലസ് 3 ഡിവൈഡ് ബൈ 2. 2 × 2 ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 + 3 6 വരും. 6/2 നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. സോ 3 ഓപ്ഷൻ ഒന്നുമില്ല. സോ ദ ആൻസർ ഈസ് നൺ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നോക്കിക്കേ, എന്താ പറയുന്നത്? ജി ഓഫ് എഫ് ആൻഡ് എഫ് ഓഫ് ജി കണ്ടുപിടിക്കണം. ഇഫ് എഫ് എന്ന് പറഞ്ഞാൽ R2R, ജി എന്ന് പറഞ്ഞാൽ R2R ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു കോസ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് 3x². ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും ഈക്വൽ അല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 3x² തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി കോമ്പോസിഷൻ ഓഫ് എഫ്, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ആര് കിടക്കും? എഫ് ഓഫ് എക്സ് കയറി കിടക്കും. സോ 3 cos x ഹോൾ സ്ക്വയർ എന്ന് വരും. സോ 3 cos² x എന്ന് നമുക്ക് കിട്ടും. റെഡി അല്ലേ? ദെൻ ഇനി അടുത്ത് എന്താണ്? എഫ് ഓഫ് ജി കണ്ടുപിടിക്കണം. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പം എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേന് കോസ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ആര് കിടക്കും? 3x² എന്ന് കിടക്കണം. ഓക്കെ, അപ്പോൾ കോസ്
3x² എന്ന് വരും. കണ്ടോ, cos 3x². ഇത് രണ്ടും സെയിം ആണോ മക്കളെ? 3 cos² x cos 3x² സെയിം ആണോ? അല്ല, ഒരിക്കലും സെയിം അല്ല. സോ g of f നോട്ട് ഈക്വൽ ടു f of g. നമ്മളിത് പ്രൂവ് ചെയ്തു. രണ്ടും സെയിം ആണെങ്കിലാണെന്ന് പറഞ്ഞാൽ പോരെ? അല്ലല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്ന R2R ആണ്. f of x ഈക്വൽ ടു 3 - x³ ഹോൾ റൈസ് 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f of x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം f of x എന്ന് പറയുമ്പോൾ f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ആര് കിടക്കും? f of x തന്നെ കയറി കിടക്കും. ഓക്കെ, അപ്പം എന്ത് കിട്ടും? 3 - ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് ആര് കിടക്കും? 3 - x³ ഹോൾ റൈസ് ടു 1/3. എക്സിൻ്റെ സ്ഥാനത്ത് വീണ്ടും ഒരു ക്യൂബ് ഉണ്ട്, ദെൻ ഹോൾ റൈസ് ടു 1/3. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ വരും അതിനകത്ത്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ഈ 3യും 3യും പോയി കിട്ടിയേ, അതങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ബാക്കി എന്തുണ്ട്? ദെൻ 3 - ആ 3 അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ബാക്കി നോക്കിയേ, 3 - 3, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, x³ ദെൻ ഹോൾ റൈസ് ടു 1/3. 3യും 3യും പോയി കിട്ടി, ദെൻ x³ ഹോൾ റൈസ് ടു 1/3 വരും. സോ എക്സ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇൻവേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്തൊക്കെ ആയിരിക്കണം? 1 ആയിരിക്കണം. അതേപോലെ തന്നെ എന്താകണം? ഓൺ 2 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പം ഇൻവേഴ്സ് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഇൻവേഴ്സ് പറയുമ്പോൾ ഇവിടുന്ന് എങ്ങോട്ടായിരിക്കണം ഡിഫൈൻ ചെയ്യുന്നത്? ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും ഡിഫൈൻ ചെയ്തത്. അതായത് വൈ അല്ല എന്തായി മാറണം? എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇൻവേഴ്സ് പറയുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് ഉണ്ട്. അത് സ്റ്റെപ്സ് ആയിട്ടൊന്നും പറയണ്ട, ഞാനിപ്പോൾ പ്രോബ്ലം ചെയ്ത് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചോദ്യം. കൺസിഡർ ദ ഫംഗ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ R2R ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. f of x ഈക്വൽ ടു 4x + 3 ആണ്. ഷോ ദാറ്റ് f ഈസ് ഇൻവേർട്ടിബിൾ ദെൻ ഫൈൻഡ് ഇൻവേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കേസ് ഉണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻവേർട്ടിബിളിന് ചോദിച്ചിട്ടുണ്ട്. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്താണ്? 1 ഓൺ 2 ആണ്. അപ്പോൾ 1 ഓൺ 2 ആണോ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 1 ആണോ എന്ന് അറിയുന്നത് എന്ത് ചെയ്യാം? നമ്മൾ f of x1 ഈക്വൽ ടു f of x2 നമ്മൾ നോക്കുമ്പോൾ ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടണം? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. സോ 4x1 + 3 ഈക്വൽ ടു 4x2 + 3 വരും. 3യും 3യും കട്ടാവും, 4ഉം 4ഉം പോയി കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. സോ ദിസ് ഈസ് 1 ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓൺ 2 ആണോ ചെക്ക് ചെയ്യണം. ഓൺ 2 ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? f of x ഈക്വൽ ടു എന്ന് പകരം y ഈക്വൽ ടു 4x + 3 എന്ന് നമ്മൾ കൊടുക്കും. ദെൻ ഇതിനകത്ത് നിന്ന് x ഈക്വൽ ടു നമ്മൾ എഴുതണം അല്ലേ? x ഈക്വൽ ടു നമ്മൾ എഴുതണം. സോ y - 3 ഈക്വൽ ടു 4x ആണ്. ദെൻ x ഈക്വൽ ടു എന്ത് വരും? y - 3/4 എന്ന് വരും. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം എന്താ സംഭവിക്കുന്നത്. ഇതിനകത്ത് വൈക്ക് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും ഒരു പ്രശ്നവുമില്ല, നമുക്ക് റിയൽ നമ്പറെ കിട്ടുകയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല അല്ലേ? ക്ലിയർ ആയിട്ട് നമുക്ക് ഇത് രണ്ടും റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് വൈക്ക് ഇവിടെ ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് റിയൽ നമ്പറെ കിട്ടുകയുള്ളൂ. സോ ദിസ് ഇസ് ഓൺ 2 ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിലും സെയിം സ്റ്റെപ്പാണ്. നിങ്ങൾ ഇതുവരെ എഴുതിയതാണ് നമ്മുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ്. ഫംഗ്ഷൻ ആദ്യം y ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു, ദെൻ x ഈക്വൽ ടു എന്ന് നമ്മൾ എഴുതിയതിന് ശേഷം എഫ് ഇൻവേഴ്സ് എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് ഇപ്പോൾ വൈയുടെ ടൈമിൽ കിട്ടിയ ഇതിനകത്ത് വൈക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദ ഇൻവേഴ്സ് ഈസ് എത്ര വരും? x - 3/4 എന്ന് വരും. ദാറ്റ്സ് ഓൾ, സിമ്പിൾ സാധനം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇഫ് എഫ് എന്ന് പറഞ്ഞാൽ R2R ആണ്. f of x ഈക്വൽ ടു 4x³ + 3 ആണ്. ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് വേണ്ടത്. സെയിം പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം? y ഈക്വൽ ടു 4x³ + 3 എന്ന് വരുന്നു. ദെൻ y - 3 വരുന്നു, 4x³ കൊടുക്കുന്നു. ദെൻ x³ ഈക്വൽ ടു y - 3/4 വരുന്നു. ദെൻ x ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹോൾ ക്യൂബ് ഹോൾ റൈസ് ടു 1/3 എടുക്കുന്നു രണ്ട് സൈഡിലും. അപ്പം x ഈക്വൽ ടു നമുക്ക് y - 3/4 ഹോൾ റൈസ് ടു 1/3 എന്ന് വരുന്നു. സോ എഫ് ഇൻവേഴ്സ് എക്സ് നമുക്ക് എങ്ങനെ വരാം? x - 3/4 ഹോൾ റൈസ് ടു 1/3 എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. കണ്ടോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കാൻ മക്കളെ, എഫ് എന്ന് പറഞ്ഞാൽ R2R ആണ്. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് R2R ആണ്. ജി ഓഫ് എക്സ് x³ ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് 27 നമുക്ക് വേണം. ഇത് നമ്മൾ പലവട്ടം കണ്ട് മടുത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ചെയ്യാം. ജി ഓഫ്
എഫ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുക, ജി ഓഫ് എഫ് ഓഫ് എക്സ് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് ആദ്യമേ. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ജി ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പം ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്ത് ചെയ്യാം, നമുക്ക് എഫ് ഓഫ് എക്സ് കയറി കിടക്കും. സോ 2x+1 ഹോൾ ക്യൂബ്, എക്സ് ക്യൂബ് ആയിരുന്നല്ലോ ജി ഓഫ് എക്സ്. അപ്പോൾ ഇത് നമ്മൾക്ക് എന്ത് ചെയ്യും, അത് കിട്ടി. അപ്പോൾ നമ്മൾ y = എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. 2x+1 ഹോൾ ക്യൂബ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്യൂബ് അപ്പുറത്ത് മാറ്റാനായിട്ട് ഇവിടെ y⁻1/3 വരും. സോ 2x+1 വരും. ദെൻ ഇവിടുന്ന് 2x = നമുക്ക് y⁻1/3 - 1 വരും. സോ x = y⁻1/3 - 1/2 കിട്ടും. റെഡി? അപ്പോൾ ഇത്രയും കിട്ടി. നമുക്കിനി എന്താ വേണ്ടത്, എഫ് ഇൻവേഴ്സ് അല്ലേ വേണ്ടത്. എഫ് ഇൻവേഴ്സ് ഓഫ് ദിസ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x⁻1/3 - 1/2 എന്ന് വരും. റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഇപ്പം നമുക്ക് ഇത് ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ കിടക്കുന്നത്. ഇനി അത് ഓഫ് 27 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, നമ്മൾ 27 കൊടുക്കണം. സോ നമുക്ക് എന്ത് കിട്ടും, 27 1/3 - 1/2. 27 നമുക്ക് എന്ത് ചെയ്യാം, 3 ക്യൂബ് എന്ന് കൊടുക്കാം അല്ലേ. 1/3 - 1/2. 3 3 അവിടെ നിന്ന് കട്ടായി കഴിഞ്ഞാൽ 3 - 1/2 വരും. സോ 2/2 എന്ന് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1 കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. ഈ ഒരു സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചെയ്യാനായിട്ട് സാധിക്കണം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അന്നേരം നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റുള്ളൂ, സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് എഫ് എന്ന് പറഞ്ഞ R2R ആണ്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് = 3x - 4. ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് വേണം. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളാണ്. y = 3x - 4 എന്ന് നമ്മൾ കൊടുക്കുന്നു. സോ 3x = y+4 വരുന്നു. x = y+4/3 വരുന്നു. ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, x+4/3 വരുന്നു. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എഫ് എന്ന് പറയുന്നത് R2R ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് = 10x - 7 ആൻഡ് g = എഫ് ഇൻവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. g = എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. റെഡി? g = എഫ് ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. y = 10x - 7. then 10x = y+7 വരും. x = y+7/10 വരും. then f ഇൻവേഴ്സ് x എന്ത് വരും ഇവിടെ, f ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ x+7/10 വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇത് നോക്കിക്കേ. എഫ് ഓഫ് എക്സ് = 3x+2 / 5x - 3. ദെൻ ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിക്കേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എഫ് ഓഫ് എക്സ് ഒന്നും എഴുതണ്ട, y = എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. y = 3x+2 / 5x - 3 വരും. ദെൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5xy - 3y = 3x+2 എന്ന് വരും. ദെൻ എക്സിൻ്റെ ടൈം എല്ലാം ഒന്നിച്ച് എഴുതുന്നു. 5xy - 3x = 2 + 3y എന്ന് വരുന്നു. എക്സ് ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 5y - 3 = 2 + 3y എന്ന് വരുന്നു. ദെൻ നെക്സ്റ്റ് വാട്ട്, എക്സ് = നമുക്ക് എന്ത് കിട്ടുക, 2 + 3y / 5y - 3 എന്ന് വരുന്നു. റെഡി? ക്ലിയർ ആണല്ലോ? എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിക്കേ. 3x+2 y = 5x - 3 എന്ന് വരും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കറക്റ്റ് ആണല്ലോ, അവിടെ സംശയമൊന്നുമില്ലല്ലോ. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ആൻസർ? ഓക്കെ, ഇനി നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് വേണ്ടത്. എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോഴത്തേന് 2 + 3x / 5x - 3 എന്ന് വരും. നോക്കിക്കേ, എന്ത് കിട്ടും, 3x+2 / 5x - 3 എന്ന് വരും. സോ ദ ആൻസർ ഈസ് എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടി, എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമ്മൾ ക്വിക്കായിട്ടൊരു റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് റെഫർ ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു വിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ കാണുക. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് വേഗം ഓടിച്ച് നോക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.